ശിവപാർവതി പ്രണയം. രചന കൺമഷി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എടാ ശിവ, പ്ലീസ്, അവളെന്റെ ഫ്രണ്ടിന്റെ കസിനാ. അവൾ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിടാൻ പറ്റാത്തോണ്ടാ നീ ഏതായാലും അങ്ങോട്ടേക്കല്ല പോകുന്നത്. അവളെയും കൂടി ഒന്ന് കൂടെ കൂട്ടണം പ്ലീസ്. എടാ, പരിചയമില്ലാത്തൊരു പെണ്ണിനെയും കൊണ്ടൊക്കെ ഇത്രയും ദൂരം ഞാൻ എങ്ങനെയാ പോവാ? അതൊന്നും ശരിയാവില്ല. എടാ പ്ലീസ്, വേറൊരു വഴിയില്ലാഞ്ഞിട്ടാ. ശിവദേവ് മനസ്സിലാ മനസ്സോടെ പറഞ്ഞു. അവളോട് വരാൻ പറ. അജയ് ഉറക്കെ വിളിച്ചു. പാർവതി, ഇങ്ങ് വാ. ശിവന്റെ കസിന, ഇവനോട് പോയിക്കോ. അജയ് തന്റെ കാറിലേക്ക് നോക്കി അവളെ വിളിച്ചതും ശിവ അങ്ങോട്ടും നോക്കി. അവളുടെ മുഖം കണ്ടതും ശിവ ഒരു നിമിഷം സ്തബ്ധനായി പോയി. ശ്വാസം പോലും നിലച്ചു പോയതുപോലെ അവന് തോന്നി. താൻ മാസങ്ങളായി തേടി അലയുന്ന തന്റെ പ്രണയം ആദ്യ കാഴ്ചയിൽ തന്നെ തന്റെ മനസ്സ് കവർന്നവൾ. ആരാണെന്നോ എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാതെ താൻ ഭ്രാന്തമായി സ്നേഹിച്ചവൾ. ശിവയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൾ തന്റെ കൂടെ യാത്ര ചെയ്യാൻ പോകുന്നെന്ന തിരിച്ചറിവ് അവനിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരാവേശം നിറച്ചു. കാറിന്റെ ഡോർ തുറന്ന് പാർവതി പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ആ നിമിഷം ശിവയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷവും ആവേശവും മാഞ്ഞുപോയി. പകരം അവിടെ ഒരു വലിയ ഞെട്ടൽ വന്ന് നിറഞ്ഞു. ശിവയുടെ കണ്ണുകൾ പതിയെ അവളുടെ വീർത്ത വയറിലേക്ക് നീണ്ടു. ലോകം മുഴുവൻ തകരുന്ന പോലെ ശിവ ഒരു നിമിഷം അവിടെ തകർന്നു പോയി. അവൾ പതിയെ അങ്ങോട്ട് നടന്നു വന്ന് കാറിന്റെ പിൻവാതിൽ തുറക്കാൻ തുനിഞ്ഞു. ശിവ പെട്ടെന്ന് പറഞ്ഞു, ഈ സമയത്ത് ഫ്രണ്ട് സീറ്റ് ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. ഒന്നും മിണ്ടാതെ അവൾ തലയാട്ടി. ശിവ മുന്നിലെ ഡോർ തുറന്നു കൊടുത്തു. ഒരുപാട് കാലമായി താൻ ആഗ്രഹിച്ചിരുന്ന ആ നിമിഷം, പക്ഷേ താൻ ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഒരു യാഥാർത്ഥ്യത്തോടെയാണ് അത് സംഭവിച്ചതെന്ന് ശിവ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ശിവ സ്റ്റിയറിംഗിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു, തന്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഞാൻ മാരീഡ് അല്ല. അത് കേട്ടതും ശിവ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. മാരീഡ് അല്ലേ? അപ്പൊ ഇത്? ശേഷം ശിവ ഒരു പുച്ഛത്തോടെ ചോദിച്ചു, ആരെങ്കിലും തേച്ചിട്ട് പോയതാണോ? പാർവതി യാതൊരു മറുപടിയും നൽകാതെ തതാഴ്ത്തിയിരുന്നു. ആളുടെ മൗനം ശിവക്ക് കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കി. എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും മിണ്ടാതിരുന്ന ഭയങ്കര ബോറിങ്ങാ. ഒരു കാര്യം ചെയ്യ, തേച്ചിട്ട് പോയത് എന്റെ കാമുകിന്റെ കഥ പറ, അത് കേട്ടിരിക്കാലോ. കുറച്ച് സമയത്തെ മൗനത്തിന് ശേഷം ആൾ പറയാൻ തുടങ്ങി. കണ്ണൂരിലൊരു ചെറിയ കഫേയിൽ വെച്ചായിരുന്നു ഞാൻ ആളെ ആദ്യമായിട്ട് കാണുന്നത്. അവിടുത്തെ ഫേമസ് ഹണി കേക്ക് കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടെ കയറിയത്. പക്ഷേ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഹണി കേക്കൊക്കെ ബുക്ക്ഡാണ്. ആ കോർണർ ടേബിളിൽ നിന്ന് ആളാണ് മുഴുവൻ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു. ഞാനൊന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയതായിരുന്നു. എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. ഞാൻ നേരെ ആ കോർണർ ടേബിളിലേക്ക് നടന്നു നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശിവ ഓരോന്ന് ആകാംക്ഷയോടെയും അസ്വസ്ഥതയോടെയും കേൾക്കുകയായിരുന്നു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? പാർവതി ഒരു ചെറിയ ചിരിയോടെ പുറത്തേക്ക് നോക്കി. ആളുടെ ഓർമ്മകൾ പിന്നോട്ട് പോയി. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ സ്പെഷ്യൽ ഹണി കേക്ക് മൊത്തം നിങ്ങളാണ് ഓർഡർ ചെയ്ത്? എനിക്കത് ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാനിന്നിവിടെ ഒരു ഇൻ്റർവ്യൂവിന് വന്നാൽ വൈകിട്ടോടും തിരിച്ചു പോകും. ഇനി എനിക്ക് ഒരിക്കലും ഇത് കഴിക്കാൻ പറ്റുന്നുമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് അതിൻ്റെ ഒരു പീസ് എനിക്ക് തരാമോ? ഞാൻ പേ ചെയ്തോളാം. കാശിനാഥൻ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഏയ്, പേ ചെയ്യൊന്നും വേണ്ട, നീടൊന്നും ഇരിക്കും. പാർവതി അവിടെ ഇരുന്നു. ഉടൻ തന്നെ കാശി ആ കേക്കിൽ നിന്നൊരു പീസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളത് ആസ്വദിച്ച് കഴിച്ചു. കൊള്ളാം, നല്ല അടിപൊളി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് കാശി പറഞ്ഞു, കണ്ണൂരിൽ ഇതിലും നല്ല ഒരുപാട് സ്പെഷ്യൽ ഫുഡുണ്ട്. ഈ ഹണി കേക്കൊന്നും ഒന്നുമല്ല. ഞാനിന്ന് ഫുള്ളി ഇവിടെയുണ്ട്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കിന്ന് ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ തനിച്ചായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കൂടെ ഒരാളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. താൻ റെഡിയാണോ? പാർവതി ഒരു നിമിഷം ആലോചിച്ചു. ഓക്കെ, എനിക്കിവിടുത്തെ സ്ഥലങ്ങളൊന്നും പരിചയമില്ല. എവിടെയോ നല്ല ഫുഡ് കിട്ടുകയെന്ന് അറിയില്ല. ഞാനിപ്പോൾ അത് ആരോടെ ചോദിക്കുകയെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കാശി ആവേശത്തോടെ പറഞ്ഞു. താൻ ഈ അപ്പം പൊള്ളിച്ച് കഴിച്ചിട്ടുണ്ടോ? ഈ മുട്ടയപ്പം 3-4 തരം ഗ്രേവിയിൽ മിക്സ് ചെയ്ത് അത് പൊള്ളിച്ചെടുത്ത് അതിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് മയോണൈസൊക്കെ ഒഴിച്ച് അതിൻ്റെ കൂടെ ചിക്കനും സാലഡൊക്കെ ഉണ്ടാവും. ഓ, അടിപൊളി സാധനമാണ്. അപ്പം പൊള്ളിച്ച് കഴിച്ചതിന് ശേഷം ഒരു കണ്ണൂർ കോക്ടെയിൽ കൂടെ കുടിച്ച അടിപൊളി കോമ്പിനേഷനാണ്. താവാ, നമുക്ക് അടുത്തത് കഴിക്കാം. ആ രണ്ടുപേരും കൂടി തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി സ്പെഷ്യൽ അപ്പം പൊള്ളിച്ചും കണ്ണൂർ കോക്ടെയിലും ഓർഡർ ചെയ്തു. പാർവതി അത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അടിപൊളി സാധനം. ഇവിടുത്തെ ഫുഡൊക്കെ എന്താ ഒരു ടേസ്റ്റ്. അല്ല, ഞാനിതുവരെ നിങ്ങളെക്കുറിച്ചും ചോദിച്ചില്ല. നിങ്ങളുടെ പേരെന്താ? സ്ഥലം ഇവിടെ തന്നെയാണോ? എന്ത് ചെയ്യുന്നു? കാശി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടി പെണ്ണെ, ഇത്രയും സമയം ഒന്നിച്ചിട്ടുണ്ടായിട്ട് ഇപ്പോഴാണ് നിനക്കെന്റെ പേര് ചോദിക്കാൻ തോന്നിയത്? പോട്ടെ, എന്റെ പേര് കാശിനാഥൻ. ഞാനിവിടെ വർക്കിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാ. ഇന്ന് വൈകുന്നേരം എറണാകുളത്തേക്ക് തിരിച്ചു പോകും. പെട്ടെന്നാണ് കാശി മറ്റൊന്ന് ഓർത്ത്. എവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? സാധനം പൊളിയാ, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ.
അയ്യോ, എന്റെ വയറിപ്പ് തന്നെ പൊട്ടാറായ അവസ്ഥയില്ല. ഇനി 2 മണിക്കൂർ നേരത്തേക്ക് ഇതിനുള്ളിലേക്ക് വെള്ളം പോലും ഇറങ്ങില്ല. ഇവിടെ കഴിക്കാൻ മാത്രമല്ല, കാണാൻ ഒരുപാടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കാം. പാർവതി അവനെ ഒരു സംശയത്തോടെ നോക്കി. അത് കണ്ടപ്പോൾ കാശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ പാർവതി, ഞാൻ നിന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നു വിചാരിച്ചിട്ടാണോ? ഞാൻ അത്രയ്ക്ക് മോശക്കാരനൊന്നുമല്ലേടി. എന്നെ ഒരു ഗൈഡായിട്ട് ഉണ്ടാ മതി. ഇവിടെ അടുത്തായിട്ട് 7 വാട്ടർഫോൾസ് ഉണ്ട്. ശരിക്കും അടിപൊളി സ്ഥലമാണ്. വാ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ശരി, സമ്മതിച്ചു, പോവാം. കാശി പറഞ്ഞ പോലെ ആറോടുവിൽ ആ മനോഹരമായ സ്ഥലത്തെത്തി. 7 വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം കണ്ടതും അത്ഭുതം കൊണ്ട് പാർവതിയുടെ കണ്ണുകൾ വിടർന്നു പോയി. കുന്നിന്റെ പടവുകൾ പോലെയുള്ള സ്റ്റെപ്പുകൾക്കിടയിലൂടെ വെള്ളം നുരഞ്ഞു ചാടി ഒഴുകി വരുന്ന ആ കാഴ്ച ശരിക്കും മനമയക്കുന്നതായിരുന്നു. ആളൊരു കൊച്ചുകുട്ടിയെ പോലെ ആ സ്റ്റെപ്പുകൾ കയറി മുന്നോട്ട് ഓടി. അതിലൂടെ നടക്കുമ്പോൾ ആൾക്കത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. കാശി ഒരു കൗതുകത്തോടെയും ചുണ്ടിലൊരു ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു. പാർവതി സന്തോഷത്തോടെ വെള്ളത്തിൽ ചാടി തുള്ളിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, കാശിയേട്ടാ, എന്തൊരു അടിപൊളി സ്ഥലം ഇത്, ഒന്ന് നോക്കിയേ. ദേ നോക്ക്, ഡ്രസ് മൊത്തം നനച്ചു വെച്ചിരിക്കുന്നു. എന്റെ പെണ്ണെ നാട്ടിൽ തിരിച്ചെത്തണ്ടേ, അതോ ഇവിടെ സ്ഥിരതാമസാക്കാനാണോ മോളുടെ പ്ലാന്? അപ്പോഴാണ് പാർവതി തന്റെ അവസ്ഥയെക്കുറിച്ച് ബോധവതിയായത്. അയ്യോ കാശിയേട്ടാ, ഡ്രസ്സിലാകെ നനഞ്ഞല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യാ? സാരമില്ല, ഡ്രസ്സിന്റെ കാര്യം നമുക്ക് സെറ്റാക്കാം. വെള്ളച്ചാട്ടത്തിൽ നിന്നിറങ്ങി കാശി അവളെയും കൊണ്ട് നേരെ ടൗണിലൊരു മാളിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സുകൾ ഓരോന്നായി നോക്കിയ കാശി മനോഹരമായ പിങ്ക് കളറുള്ള ഫുൾ എയർ ഫ്ലോറൽ ഗൗൺ എടുത്ത് ആൾക്ക് നേരെ നീട്ടി. നീ ഇതിട്ടിട്ട് വാ, കണ്ടിട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്ന എനിക്ക് തോന്നുന്നു. ആൾ നേരെ ട്രയൽ റൂമിലേക്ക് പോയി. ആൾ പുറത്തേക്ക് ഇറങ്ങി വന്നു കാശി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. വാവ്, സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും, അത്രക്ക് അടിപൊളി ആയിട്ടുണ്ടടി പെണ്ണേ. പാർവതി ഒരു പതർച്ചയോടെ മുഖം മാറ്റി പുറത്തേക്ക് ഇറങ്ങി. വന്നയുടൻ ആൾ കാശിയോട് പറഞ്ഞു, നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പരും തന്നെ, ഈ ഡ്രസ്സിനും ഫുഡിനും കൂടി എത്രയാ ടോട്ടൽ എമൗണ്ട് ആയത്? അത് കേട്ടതും കാശിയോടെ രൂക്ഷമായ കണ്ണുകളോടെ നോക്കി. നിന്നോട് ഞാനിപ്പോ പൈസ ചോദിച്ചോടി, മേലാൽ ഈ കണക്ക് പറഞ്ഞ എന്റെ അടുത്തേക്ക് വന്നേക്കരുത് എടലോ. ആളൽപ്പം പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. അല്ല എന്നാലും ഒരെന്നാലുമില്ല, നീ മിണ്ടാതെ ഇങ്ങോട്ട് വന്നേടി പെണ്ണേ. കുറച്ച് ദൂരം നടന്നപ്പോൾ പെട്ടെന്നാണ് റോഡരികളുടെ ഒരു കല്യാണ വീട് കാശിയുടെ കണ്ണിൽ പെട്ടത്. പാർവതി, ഓത്തന്റിക് കണ്ണൂർ ബിരിയാണി കഴിക്കണമെങ്കിൽ അത് കല്യാണ വീട്ടിൽ തന്നെ കഴിക്കണം. ദേ, നീ അവിടെ ആ വീട് കണ്ടോ? നമുക്ക് നേരെ അവിടെ കയറി പിടുത്തം പിടിച്ചാലോ? അയ്യോ, കാശിയിട്ട് വിളിക്കാത്ത കല്യാണത്തിന് കയറി ചെന്ന് ഫുഡ് കഴിക്കാനോ? അറിഞ്ഞ അവർ പിടിച്ച് പുറത്താക്കില്ലേ? അത് നിനക്ക് കണ്ണൂരുകാരുടെ സ്നേഹവും സ്വഭാവം അറിയാത്തോണ്ടാ പെണ്ണേ. വഴിയിലൂടെ പോകുന്നവരെ പോലും സ്നേഹത്തോടെ വിളിച്ചിരുത്തി ഊണും ബിരിയാണിയും തരുന്ന നാടായത്. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ വാ, ഞാൻ കാണിച്ചു തരാം. കാശി അവളെയും കൂട്ടി നേരെ ആ കല്യാണ വീടിന്റെ ഗേറ്റിലേക്ക് കയറി ചെന്നു. അവിടെ ആൾക്കാരെ നിയന്ത്രിച്ചും കാര്യങ്ങൾ നോക്കി നിന്ന പ്രായമുള്ള ഒരാളുടെ അടുത്തേക്ക് അവൻ ചെന്നു. ഇക്ക, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുന്ന, ഇതുവരെ കണ്ണൂർ കല്യാണ ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്, അതൊന്ന് കഴിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. മൊയ്തീൻ സ്നേഹത്തോടെ പറഞ്ഞു. ഏയ്, അതിനെന്താ മക്കളെ, അതിനൊക്കെ എന്തിനെങ്ങനെ മടിക്കണ്? നിങ്ങൾ വാ, കേറിയിരിക്കും, വയറ് നിറച്ചും കഴിച്ചിട്ട് പോയാൽ മതി. അദ്ദേഹം അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആശിഫേ, ഈ പിള്ളേർ രണ്ടാളി കൊണ്ടുപോയി ആ മേശമേലിട്ട് തുന്നാൻ എടുത്തൊടുത്തേ. പ്ലേറ്റിൽ ആവിയിറക്കും നല്ല കണ്ണൂർ മംഗള ബിരിയാണി അവർക്ക് മുമ്പിലേക്ക് എത്തി. അതിൻ്റെ കൂടെ നല്ല മൊരിഞ്ഞ ബീഫ് ഉരട്ടിയതും അച്ചാറും തൈരും. ഒപ്പം അലീസയും മേശപ്പുറത്തേക്ക് വന്നു. കാശി പാർവതിയോട് പറഞ്ഞു, ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിസേർട്ടാ അലീസ, ഇതിലേക്ക് കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്ത് കഴിച്ചു നോക്ക്, സംഗതി വേറെ ലെവലാ. ആദ്യം അലീസ കഴിക്കണം, എന്നിട്ട് വേണം ബിരിയാണി കഴിക്കാൻ. പാർവതി അലീസ കഴിച്ചു. ശേഷം ബിരിയാണിയും ബീഫ് ഉരട്ടിയതൊക്കെ മിക്സായി കഴിച്ചു. ആളുടെ കണ്ണുകൾ വിടർന്നു. വാ, ഇത് വേറെ ലെവല് സാധനം തന്നെയാട്ടോ കാശിയേട്ടാ, ശരിക്കും അടിപൊളി. ഇത്രയും നാൾ കണ്ണൂരിലേക്ക് വരാണ്ടിരുന്നു, വലിയ നഷ്ടമായി പോയി. അവർ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും മൊയ്തീൻ അവിടേക്ക് വന്നു. എണീക്കാനോ? എന്താ മക്കളെ, നിങ്ങൾ കുറച്ചല്ലേ തിന്നിട്ട്? എണീക്കല്ല. എടാ ആസിഫേ, കുറച്ച് ബിരിയാണി വിളമ്പി കൊടുക്ക്. പാർവതി തിടുക്കത്തിൽ പറഞ്ഞു. അയ്യോക്ക വേണ്ട, എന്റെ വയറിപ്പ തന്നെ നിറഞ്ഞു. ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ദൂരീന്ന് വന്നേല്ലേ, കുറച്ചുകൂടി തുന്നുമോളെ. മൊയ്തീൻ വീണ്ടും ഭക്ഷണം വിളമ്പി അവരെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഭക്ഷണം കഴിച്ച് അവർ യാത്ര പറഞ്ഞു. മൊയ്തീൻ പറഞ്ഞു, ഇപ്പൊ പുതിയ പെണ്ണിനെ അറിയിക്കൂട്ടും, നല്ല അരങ്ങായിരിക്കും, നല്ല പാങ്ങുണ്ടാവും, എല്ലാരും കൂടെ പാട്ടെല്ലാം പാടിയിട്ട് ഒപ്പനയ്ക്ക് ആയിട്ട് അറിയിക്കേറ്റുന്നു. അത് കഴിഞ്ഞ് പുതിയാപ്പളന്റെ പുറക്കേക്ക് പോകും. ഇങ്ങനെ കീഞ്ഞു പോയാണ്ട് ഈടൊന്നും അങ്ങനെയൊക്കെ കണ്ടിട്ട് പോവാന്നേ. പാർവതി കാശിയെ നോക്കി പതിഞ്ഞ ശ്രദ്ധയിൽ ചോദിച്ചു. കാശിയുടെ എന്താ ഇപ്പൊ പറഞ്ഞ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? അത് വേറൊന്നുമല്ല വേണേ, കല്യാണച്ചൊക്കെ വന്നാലേ ബ്രൈഡിനെ റൂമിൽ കൊണ്ടാക്കുന്ന ചടങ്ങാ, അതാണ് അവർ പറഞ്ഞു. നല്ല വൈബുണ്ടാവുന്നു. അത് കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പോവാം, വേഗം ഇറങ്ങിപ്പോണ്ടെന്ന് അവർ പറയുന്നു.
എനിക്ക് ഈ കണ്ണൂരിൽ കുറെ ഫ്രണ്ട്സുകളുണ്ട്. ഇവരുടെ സ്ലാങ് ഒക്കെ നന്നായിട്ട് അറിയാം. അത് കേട്ടപ്പോൾ പാർവതി സമ്മതിച്ചു. എന്നാ പിന്നെ ആ ചടങ്ങ് കണ്ടിട്ട് തന്നെ പോവാം. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും കണ്ടിട്ടില്ല. വീടിന്റെ അകത്തേക്ക് കയറിയതും അവിടെ കൂടിയിരുന്ന കുറെ പെൺകുട്ടികൾ ചിരിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്ത് വന്നു. അവരുടെ കൈകളിൽ മനോഹരമായി മൈലാഞ്ചിട്ടിരിക്കുന്നുണ്ട്. പാർവതി അതിശയത്തോടെ നോക്കിയിരുന്നു. ഒരു കുട്ടി ചോദിച്ചു, എന്താന്ന് ചേച്ചി കൈമ മൈലാഞ്ചിട്ടിരുന്നാ? പാർവതി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി ഇറങ്ങി, കാണാൻ നല്ല രസമുണ്ട്, നല്ല ഡിസൈനാ. അത് കേട്ട് ആ കുട്ടി പെട്ടെന്ന് ഒരാളെ ഉറക്കെ വിളിച്ചു, സാബിറ താത്ത ഈടെ വന്നേ, ഈ ഏച്ചിക്ക് നല്ല പാങ്ങിലൊന്ന് മൈലാഞ്ചിട്ട് കൊടുത്തേ. ഉടനെ സാബിറ അവിടെ എത്തി പാർവതിയുടെ കൈ പിടിച്ച് മൈലാഞ്ചിടാൻ തുടങ്ങി. വരയ്ക്കുന്നതിനിടയിൽ സാബിറ കൗതുകത്തോടെ ചോദിച്ചു, നിങ്ങളെ രണ്ടാളെയും കാണാൻ നല്ല മാച്ച് ഉണ്ട്. നിങ്ങളെ മംഗലം കഴിഞ്ഞിട്ട് കുറെ കാലമായോ? നിങ്ങക്ക് പിള്ളേരുണ്ടാ? പാർവതി കണ്ണുമിഴിച്ച് എന്താ പറയേണ്ടെന്നറിയാൻ നിന്നു. കാശി ഒരു കള്ളച്ചിരിയോട് അവളുടെ അടുത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. പാർവതി ഒന്ന് പിടഞ്ഞു പോയി. ആ കുറച്ചു കാലമായി എനിക്ക് കുട്ടികളാണെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇവള് സഹകരിക്കണ്ടേ? കണ്ടില്ലേ തൊടുമ്പോ തന്നെ പിടക്കുന്ന. പിന്നെ ഇങ്ങനെ കുട്ടികളുണ്ടാവാനാ? അത് കേട്ട് ചുറ്റുന്ന പെൺകുട്ടികളെ ആരും കൂടി ചിരിച്ചു. പാർവതി അവരെ രൂക്ഷമായി നോക്കി. സാബിറ വളരെ മനോഹരമായി പാർവതിയുടെ കൈകളിൽ മൈലാഞ്ചി വരച്ചുകൊണ്ടിരുന്നു. അവനിടയിൽ പാർവതിയുടെ മുഖത്തേക്ക് മുടിയിഴകൾ പാറി വീണു. അവരുടെ കാശി തന്റെ വിരലുകൾ കൊണ്ട് ആ മുടിയിഴകൾ ഒതുക്കി അവളുടെ കാതോരം വെച്ചു കൊടുത്തു. അവന്റെ വിരലുകൾ അവളുടെ ചെവിയിൽ സ്പർശിച്ചപ്പോൾ പാർവതി അറിയാതെ ഒന്ന് ഞെട്ടിയുറച്ചു പോയി. അങ്ങനെ അവിടുത്തെ പാട്ടും ഒപ്പനയും ചിരികളും ബഹളമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അവരോടൊന്ന് യാത്ര പറയാൻ ഇറങ്ങി. മൊയ്തീൻ ചോദിച്ചു, മക്കളെ രാത്രിക്കത്തേക്കുള്ള ഭക്ഷണം കൂടി തിന്നിട്ട് പോയാൽ പോരെ? ഉടനെ പാർവതി പറഞ്ഞു, അയ്യോ വേണ്ടിക്ക, ഉച്ച കഴിച്ച ബിരിയാണിയുടെ ക്ഷീണം പോലെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കുറെ ദൂരെ എത്താനുള്ളതാ, വയ്യ പ്രയാസമാവും. ഞങ്ങളിപ്പോ ഇറങ്ങിയാലേ പറ്റുള്ളൂ. മൊയ്തീൻ വീടിനുള്ളിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആജിരാ നീ കുറച്ച് ചായക്കടി എടുത്തോണ്ട് പൊഞ്ഞോണ്ടുന്നേ, ഈ പിള്ളേർക്ക് കൊടുക്കട്ടെ. പോണ വഴിക്ക് വണ്ടിയിൽ തിന്നോട്ടെ അവര്. അല്പം കഴിഞ്ഞപ്പോൾ ഹാജിറ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 പാക്കറ്റ് നിറയെ പലഹാരങ്ങളുമായി പുറത്തേക്ക് വന്നു. പാർവതി ഞെട്ടിപ്പോയി. അയ്യോ ഇതെന്തൊരാഴ്ചത്തേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ. അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മൊയ്തീൻ മറുപടി നൽകി, ഒരാഴ്ചത്തേക്കോ? ഏയ് ഇത് തൊപ്പനൊന്നുമില്ലല്ല, ഇതൊക്കെ ഒരു നേരം തിന്നാനുള്ളല്ലേ മോള്. പോന ബൈക്ക് പൈക്കുമ്പോ തിന്നോ. കായടയും ചിക്കറുകളും കൽമാസും കല്ലുമ്മക്കായി ഇറച്ചിപ്പത്തിരിയും ക്യാരറ്റ് പോളി ഇറച്ചിയടയും കായ്പോളി എല്ലാം ഉണ്ട്. ഇനി കണ്ണൂരിലേക്ക് വരുമ്പോ ഈട പുറക്കേക്ക് വരണം കേട്ടാ. കണ്ണൂരുകാരുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന് മുമ്പിൽ എന്ത് പറയണമെന്നറിയാതെ പാർവതിയും കാശിയും നിന്നുപോയി. ഒടുവിൽ ആ സ്നേഹമെല്ലാം ഹൃദയത്തിലേറ്റിക്കൊണ്ട് കയ്യിലാ വലിയ പലഹാരപ്പൊതികളുമായി അവരാ കല്യാണ വീടിനോടും അവിടുത്തെ സ്നേഹനിധികളായ മനുഷ്യരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കാശിയേട്ടാ എന്തൊരു സ്നേഹല്ലേ, ഒരു പരിചയമില്ലാത്ത നമുക്ക് ഫുഡും തന്ന് ഒടുവിൽ പലഹാരങ്ങളും പൊതിഞ്ഞു കിട്ടും. ഇതിലെ പല പലഹാരങ്ങളുടെ പേരുകൾ പോലും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നേ. അതാണ് കണ്ണൂര്. കണ്ണൂരുകാര് നമ്മളെ കഴിപ്പിച്ച് അങ്ങ് സ്നേഹിക്കും. ചുമ്മാ പറഞ്ഞല്ല, ഒരാളെ ശരിക്കും സ്നേഹിച്ചാലേ അവരുടെ ഹൃദയം വരെ എടുത്ത് വറുത്ത് തരുന്ന ടീംസാ അവര്. അല്ല കാശിയുടെ എന്തിനാ അവിടെ തന്നെ ചേർത്ത് പിടിച്ച് അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ? കാശി അവിടെ നോക്കി കള്ളച്ചിരി ഇരിച്ചു. അത് വേറെ ഒന്നല്ല വേണേ, അവർ വിചാരിച്ചേ നമ്മള് നല്ല അടിപൊളി കപ്പിൾസ് ആണെന്നാ. അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് ഏറ്റുപിടിച്ച്, അത്ര തന്നെ. കാശിയേട്ടാ ഇതെന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. താങ്ക് യു, ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു മെമ്മറി എനിക്ക് തന്നതിന്. ഇപ്പൊ എനിക്ക് പോകാനായി, ട്രെയിനിന്റെ സമയമായി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ നിന്നെ നാട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഏതായാലും ഞാൻ ആ വഴിക്ക് തന്നെയാ. പക്ഷെ ഇത്രയും ലോങ് നമ്മൾ ഒരുമിച്ച് ശരിക്കും നമ്മള് പരിചയമില്ലാത്ത ഓട്ടോ ഡ്രൈവറുടെ കൂടെയും ഊബർ ഡ്രൈവറുടെ കൂടെയും നീ തനിച്ച് യാത്ര ചെയ്യുന്നില്ലേ? ഒന്നില്ലെങ്കിലും നമ്മൾ ഒരു ദിവസത്തെ പരിചയമില്ലേ? ഞാൻ എന്തായാലും നിന്നെ തട്ടിക്കൊണ്ടുപോകാനോ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ കൂടെ വരാം, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. പാർവതിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ യാതൊരു സംശയവുമില്ലാതെ അവന്റെ വണ്ടിയിലേക്ക് കയറിയിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ കാശി ഒരു ചെറുപുഞ്ചിരിയോടെ പാർവതിയോട് ചോദിച്ചു, പാർവതി നീ സിനിമ കാണാറുണ്ടോ? ഞാൻ ജനിച്ചെന്നെ സിനിമ കാണാൻ വേണ്ടിയാ. എന്നാ നമുക്കൊരു ഗെയിം കളിക്കാം. നമുക്ക് സിനിമയിലെ ഫേമസ് ആയ പ്രപ്പോസൽ സീൻസ് ഒക്കെ പറയാം. സിനിമയുടെ പേരും പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ പ്രപ്പോസൽ സീൻ പറയുന്നത് അവരാണ് ഈ ഗെയിമിൽ ജയിക്കുന്നത്. എന്താ റെഡിയല്ലേ? ഓ വലിയ വെല്ലുവിളി. ഇതിൽ ഞാനേ ജയിക്കും. തുടങ്ങാം. ആദ്യം കാശിയേട്ടൻ പറ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചതും അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം, ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സ്ഥാനം ആവശ്യമില്ല. മിഥുനം. ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും. മുഖങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കുമായിരിക്കും അല്ലേ? പക്ഷേ എനിക്ക് മറക്കണ്ട. തൂവാനത്തുമ്പികൾ.
ഭ്രാന്തുള്ള ആളുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിലും കൂടുതലായി ബുദ്ധിമുട്ടാണ് ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഒരാളുടെ കൂടെ കഴിയാൻ. ആ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചി ഇങ്ങോട്ട് പറഞ്ഞേക്കട്ടെ. മണിച്ചിത്രത്താൾ. പ്രകാശിന് എന്നെ പ്രേമിക്കാൻ തോന്നിയ നേരത്ത് നിനക്കെന്നെ പ്രേമിച്ചുകൂടായിരുന്നോ? എന്നിട്ട് നിനക്കെന്നെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? എങ്കിൽ നമുക്ക് ഒരിക്കലും പിരിയേണ്ടി വരില്ലായിരുന്നല്ലോ. നിറം. എനിക്ക് തന്നെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. ആൾക്കാരൊക്കെ പറയുന്നത് വെറുതെയാ. എത്ര സ്നേഹിച്ചാലും ചിലർക്കൊന്നും അത് മനസ്സിലാവില്ല. മധുവിധു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതിരാവിലെ മുന്തിരിവള്ളികൾ തളിർത്തു പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രണയം നിനക്ക് തരും. അപ്പോഴും എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിലൊരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്നെ കൂടെ കൂട്ടായിരുന്നില്ലേ? ആരില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞല്ലേ ഞാൻ. അല്ലെങ്കിൽ എന്നെന്തിനാ വിളിക്കുന്നേ? ഞാനാരാ? മരമണ്ടി. എല്ലാം എൻ്റെ കുഴപ്പം തന്നെയാ. വെറുതെ ഒരു മോഹിക്കുക. തേന്മാവിൻ കൊമ്പത്ത് പോരുന്നോ എൻ്റെ കൂടെ? പുന്നപ്പടി ഗോപാല മാഷിന്റെ വീട്ടില് നിസ്കാരപ്പായ വിരിക്കാൻ ഒരു മുറി ഒഴിച്ചിട്ട് തരുമോ? തട്ടത്തിൻ മറയത്ത്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ പരിശുദ്ധിയോടും കൂടി നീ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്കത് മതി. അഴകിയ രാവണൻ. വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം. എനിക്കിപ്പോ കുട്ടിശങ്കനോട് സ്നേഹ. അഴകിയ രാവണൻ. നരസിംഹ മന്നാടിയാരുടെ ഭാര്യയായിരിക്കാം. നിനക്ക് സമ്മതമാണോ? ധ്രുവം. പണ്ടൊരാൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കളറ് പെട്ടെന്ന് ഇഷ്ടാവാനൊരു ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രശാന്തിനിപ്പോ എല്ലാം ഇഷ്ടമല്ലേ? പാച്ചു അത്ഭുത വിളക്കും. നീ ഇപ്പോഴൊരു രാമന്റെയും സ്വന്തമല്ല. നിനക്കായി തോഴി പുനർജനിക്കാം. ഇനിയും ജന്മങ്ങൾ ഒന്ന് ചേരാം. ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാ ഞാൻ തീരുമാനിച്ചു പോകും. നിന്നെ ആർക്കും കൊടുക്കില്ലെന്ന്. രാവണപ്രഭു. ചിലപ്പോഴൊക്കെ രാവണ ഇവിടെ എനിക്ക് ഇഷ്ടാവുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നിന്നെയും. അത് രാവണപ്രഭു. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. വന്ദനം. വിൽ യു മാരി മീ? എൻ്റെ ലൈഫിലെ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസും ഇങ്ങനെ പെട്ടെന്ന് എടുത്തതാ. ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ല. സുസുതി വാൽമീകം. അതെ, നമുക്കിനി മലയാളം മാറ്റി കുറച്ച് തമിഴ് പിടിക്കാം. ഞാൻ തന്നെ തുടങ്ങാം. ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. ഞാനിത് ചൊല്ലിയാവണം. നീ அவ்வளோ அழகு. இங்கே வர இவ்வளோ அழகா இவ்வளோ அழகா பார்த்திருக்க மாட்டா. அண்ட் ஐ மீன் லவ் வித் யூ. வாரணமாயிரம். என்னை விரட்டி விரட்டி லவ் பண்ணேன். we fell in love, still in love. அந்த காதல்னால தான் வாழிக்க ஆரம்பிச்சது. அந்த காதல்னால தான் நீ ஸ்ரேய எல்லாமே என் கண்ணு முன்னாடி நடந்து வந்திருந்தா. எனக்காக வந்து அவ்வளோ தூரம். That's the minute I fell in love with her. வாரணாயிரம். சூர்யா, ஐ மீன் லவ் வித் யூ. ரொம்ப நாளாவே. உனக்கு 17, எனக்கு 15. அப்போதிலிருந்து எனக்கு 8 வயசு இருக்கும்போது நான் ஒன்று முதல் தடவை பார்த்தேன். அன்னிலிருந்து கூட இருக்கலாம். ஐ ஆம் ஆல்வேஸ் பீன் இன் லவ் வித் யூ சூர்யா. அது போதும். நீ எங்கிருந்தாலும் உன்னை தேடி நான் வருவேன். I will come into your life. What have you done to me? I'm in love with you சூர்யா. இனி வாழ்க்கை உன் கூட நான் வாழணும். எனக்கு உன்னை ரொம்ப பிடிச்சிருக்கு. என் அப்பாவுக்கு உன்னை ரொம்ப பிடிக்கும். I love you. பாத்தோட என்ன சொல்லியிருப்பேன். ஆனால் நீ தப்பா நினைக்க 2 மணி நேரம் வெயிட் பண்ணிட்டேன். வேட்டையாடு விளையாடு. உங்க கூட நான் என் வாழ்க்கையை வாழணும். உங்க கூட நான் சிரிச்சு பேசணும், சண்டை போடணும், உங்க தோள் சாஞ்சு அழணும். எப்போதுமே உண்மையில நான் பைத்தியமா இருக்கணும். இந்த கண்களை நான் பார்த்துட்டே இருக்கணும். அப்புறம் ஒரு நாள் സത്ത് പോയിടണം. അങ്ങനെ ഒരുപാട് നേരം ആകെയും നീണ്ടുപോയി. ഒടുവിൽ കാശി കുറച്ച് സമയം മൗനം പാലിച്ചു. പാർവതി ജയിച്ച പാതിൽ പറഞ്ഞു, കാശിയിട്ട് നിർത്തിയോ? അപ്പൊ ഞാൻ ജയിച്ചില്ലേ? കാശി പെട്ടെന്ന് അവിടെ കണ്ണുകളിലേക്ക് തീക്ഷ്ണമായി നോക്കി പറഞ്ഞു. കാശിനാഥൻ എന്ന പേരിന്റെ അർത്ഥം അറിയാമോ? കാശിയുടെ അഥവാ വാരാണസി നഗരത്തിന്റെ നാഥൻ പരമശിവൻ. ആ കാശിനാഥന് വേണ്ടി പുനർജനിച്ചവളാണ് പാർവതി. കോയമ്പത്തൂരിലെ ഇഷാ യോഗ സെന്ററിന് മുമ്പുള്ള ആ വലിയ പരമശിവന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ മഴയത്ത് സ്വയം മത്തിമറന്ന് ചന്ദ്രചൂട ശിവാങ്കര പാർവതി എന്ന പാട്ടിനു വേണ്ടി നീ മെയ് വഴക്കത്തോടെ നൃത്തം ചെയ്ത ആ നിമിഷം ഞാൻ നിന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു പാർവതി. ആ ഒറ്റ നോട്ടത്തിൽ ഈ പാർവതി കാശിനാഥന്റെ മനസ്സിലേക്ക് കയറി പറ്റുകയായിരുന്നു. സത്യം പറഞ്ഞ
ഈ പാർവതി ജനിച്ചതും ഈ കാശ്യനാഥന് വേണ്ടി മാത്രമാ. പാർവതിയുടെ ചെറിയ പതർച്ചയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് ഏത് സിനിമയിലെ ഡയലോഗ് കാശിയേട്ടാ? ഇത് സിനിമയിലെ ഡയലോഗല്ല, ഇത് ഞാൻ നിന്നോട് നേരിട്ട് പറഞ്ഞ. അതിന് നമ്മൾ ആദ്യമായിട്ട് ഇന്നലെ കാണുന്നത് അല്ലല്ലോ. ഞാൻ കോയമ്പത്തൂർ ട്രിപ്പിന് വന്ന ഇഷാ യോഗ സെന്ററിൽ വെച്ചിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് നല്ല മഴ പെയ്തത്. മഴ നനയാതിരിക്കാൻ ഞാൻ ഓടുന്ന വഴിയിലാണ് ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ടത്. ആ മഴയത്ത് നിന്റെ മുടിയൊക്കെ നനഞ്ഞൊട്ടിയിട്ടുണ്ടായിരുന്നു. നിന്നെ ആ മുടി നിന്റെ നൃത്തത്തിനനുസരിച്ച് പാറുന്നുണ്ടായിരുന്നു. നീ ചുറ്റുള്ളതൊന്നും അറിയാതെ എല്ലാം മറന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു. ആ നൃത്തച്ചൂടൽ കണ്ട് ഞാൻ ആ മഴയത്ത് നിന്നെ മറന്ന് നോക്കി നിന്ന് പോയി. എല്ലാം മറന്നു. നിന്നെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ തോന്നിയില്ല പെണ്ണേ. അന്ന് ആ ട്രിപ്പിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാ. ആളോട് ചോദിച്ചാ ഞാൻ നിന്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റ ഐഡിയൊക്കെ കണ്ടുപിടിച്ചത്. ആ ഡാൻസ് വീഡിയോ നീ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ലേ? ഞാൻ ഉണരുന്നൊക്കെ ആ വീഡിയോ നോക്കിക്കൊണ്ടാണ് ഈ പെണ്ണേ. അനുവല്ലേ നിന്നെ ആ കേക്കിന്റെ കാര്യം പറഞ്ഞ് കൊതിപ്പിച്ച് ട്രിഗർ ചെയ്ത് ആ കഫേയിലേക്ക് പറഞ്ഞു വിട്ടത്. ഞാൻ പറഞ്ഞിട്ടാ അവളത് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ മൊത്തം കേക്ക് ഓർഡർ ചെയ്ത് വെച്ചത്. നിന്റെ ഒരു ക്യൂരിയോസിറ്റി വെച്ച് നീ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഇന്ന് നീ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ എൻ്റെ ഓഫീസിലേക്കാ. എറണാകുളത്ത് വെച്ചാണൊക്കെയാണ് ആ ഇന്റർവ്യൂ ഞാൻ ആ കണ്ണൂരിലേക്ക് മാറ്റിയത്. നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കമ്പനിയാക്കിയിട്ട് നിന്റെ കൂടെ ഒന്ന് വൈബടിച്ച് കറങ്ങാനായിരുന്നു എൻ്റെ പ്ലാൻ. നീ ഏതായാലും ഇന്റർവ്യൂവിന് വേണ്ടി വന്നല്ലേ? ഒരു പെർമനന്റ് വേക്കൻസി ഉണ്ട് എന്റെ ഭാര്യയായിട്ട്. എന്ത് വരുന്നോ? ഐ ആം ഡീപ്ലി മാഡ്ലി ഇൻ ലവ് വിത്ത് യു പാർവതി. പാർവതി അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. വിശ്വസിക്കാനാവാത്ത ഭാവത്തോടെ അവൾ ചോദിച്ചു. ഇത്രയൊക്കെ പ്ലാനിങ് ഇതിന്റെ പുറകിലുണ്ടായിരുന്നു? ഉണ്ടല്ലോ. നിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് പറ. ഇഷ്ടമാണെന്ന് എനിക്കെന്നെ. പാർവതി ഒന്നും പറയാൻ നാണത്തോടെ മുങ്ങിച്ചു. അവളുടെ കവിളുകൾ തുടുത്തു വന്നു. ആ മൗനം കണ്ടുകൊണ്ട് കാശി കുസൃതിയോടെ ചോദിച്ചു. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ കരുതും നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ആളുടെ മുഖത്തെ നാണവും പുഞ്ചിരിയും കണ്ട് കാശിയുടെ മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഫോൺ കോളുകളുടെ മധുരവും ഒന്നിച്ചുള്ള കറങ്ങാൻ പോകലും അവരുടെ പ്രണയത്തിന് വേഗത കൂട്ടി. കാശിയുടെയും പാർവതിയുടെയും പ്രണയം അതിവേഗം വളർന്നു വന്നിളിച്ചു. കാശി ഓരോ ദിവസവും പുതിയ സർപ്രൈസുകളുമായി പാർവതിയുടെ മുന്നിലെത്തി. പാർവതിയുടെ ചെറിയ ഇഷ്ടങ്ങൾ പോലും കാശി ഓർത്തു വെക്കുകയും അവയെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും അവരുടെ പ്രണയത്തെ കൂടുതൽ ദൃഢമാക്കി. ഒരു ദിവസം പതിവ് പോലെ അവർ കറങ്ങാൻ പോയതായിരുന്നു. ഒരു കുന്നിന്റെ കയറ്റം കയറി തുടങ്ങിയപ്പോൾ തന്നെ സാരിയുടെ തുമ്പ് ഒതുക്കി പിടിച്ചുകൊണ്ട് അവൾ പരാതിപ്പെട്ടു. ട്രെക്കിങ്ങിന് വരുമ്പോൾ മനുഷ്യന്മാർ ആരെങ്കിലും സാരി എടുത്തുകൊണ്ട് വരുമോ? കാശിയായിട്ട് എന്നെ സാരി എടുത്ത് കാണുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാ ഞാനിത് വലിച്ചു ചുറ്റി വന്ന്. എനിക്കൊന്നും പറ്റുന്നില്ല ഇതെടുത്തുകൊണ്ട് നടക്കാൻ. എന്തോരു മല കയറാണ്ടിനി ഈശ്വരാ. എനിക്കെന്റെ പെണ്ണിനെ സാരി എടുത്തിട്ട് കാണാൻ കൊതി തോന്നി. സത്യം പറഞ്ഞ ഈ റെഡ് കളർ സാരിയിൽ നിന്നെ കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കാശി അവളെ വലിച്ച് തന്നോട് അടുപ്പിച്ചൊരു സെൽഫി എടുത്തു. ശേഷം കാശി ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവളെ തന്റെ കൈകളിൽ വാരിയെടുത്തു. കാശിയേട്ട എന്ത് ചെയ്ത്? ആരെങ്കിലും കാണില്ലേ? കണ്ടോട്ടെ, അതിനെനിക്കെന്താ? എന്റെ പെണ്ണിനെയല്ലേ ഞാൻ എടുത്തത്. കാശിയേട്ട എന്റെ അടുത്തിൽ കയറാൻ ബുദ്ധിമുട്ടാവില്ലേ? അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഈ കോഴിക്കുഞ്ഞിന്റെ അത്രയുള്ള നിന്നെ എടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാടി പൊന്നു. എന്തെങ്കിലും കഴിച്ച് ആരോഗ്യം വെക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ നിനക്കിനെ താങ്ങില്ല, തളർന്നു പോകും നീ. ഒന്ന് പോ കാശിയേട്ടാ. പിന്നെ കാശിയേട്ട എന്തിനാ എന്നെ എപ്പോഴും പൊന്നു വിളിക്കുന്നത്? എല്ലാവരും എന്നെ പാറു എന്നല്ലേ വിളിക്കാറ്? എല്ലാവരെയും പോലെ അല്ലല്ല ഞാൻ നിന്നെ പൊന്നൂന്നേ വിളിക്കൂ. സംസാരിച്ച് കുന്നുകയറുന്നതിനിടയിലാണ് പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കറുത്ത മഴ പെയ്യാൻ തുടങ്ങിയത്. ചുറ്റും നോക്കിയെങ്കിലും കയറി നിൽക്കാൻ അടുത്തൊന്നും യാതൊരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. കാശി അവളെ ആശ്വസിപ്പിച്ചു. ഏയ് വിഷമിക്കേണ്ട പൊന്നു, മുകളിലെത്തി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടുണ്ട്, നമുക്ക് അവിടെ പോയി നിൽക്കാം. മുകളിലെത്തുമ്പോഴേക്കും ഇരുവരും പൂർണ്ണമായി നനഞ്ഞു കുളിച്ചിരുന്നു. റിസോർട്ടിലെ മുറിയിലെത്തിയതും അവളാകെ തണുത്ത് വിറച്ച് നിന്നു. മഴയത്ത് കുതിർന്ന സാരി അവളുടെ ശരീരത്തോട് മുഴുവൻ ഒട്ടിപ്പിടിച്ചിരുന്നു. അവളുടെ വിറക്കുന്ന അതിരങ്ങളും മുഖത്തേക്ക് ഒട്ടിക്കിടന്ന നനഞ്ഞ മുടിയിഴകളും കാശിയിൽ വല്ലാത്തൊരാസക്തി ഉണർത്തി. അവൻ മെല്ലെ അവളുടെ അടുത്ത് ചെന്ന് ആ നനഞ്ഞ മുടിയകൾ ചെവിയോരമുതുക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കാശിയേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തേ എന്റെ പെണ്ണിനെ എനിക്ക് നോക്കിക്കൂടെ? അടുത്ത നിമിഷം അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്റെ ശരീരത്തോട് ചേർത്തു പിടിച്ചു. അവന്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളെ ആഴത്തിൽ സ്വന്തമാക്കി. ആ ചുമനത്തിന്റെ ചൂടിൽ അവൾ കണ്ണുകൾ അടച്ചു. അവന്റെ കൈകൾ സാരിയുടെ വിടവിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിലമർന്നു. ആ സ്പർശനത്തിൽ അവൾ ഒരു ചെറിയ വിറയലോടെ പറഞ്ഞു.
കാശിയേട്ടാ വേണ്ട. ഇത്രയും ദിവസം ഞാൻ നിന്നെ ഒരു കിസ് പോലും ചെയ്യാണ്ടിരുന്ന എന്താണെന്നറിയോ? ഒരു ചുംബനം കൊണ്ട് എനിക്ക് നിർത്താൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഇന്നെന്നെ തടയിലേ മോളെ. എനിക്ക് നിന്നെ വേണം. ആ വികാര തീവ്രമായ നിമിഷത്തിൽ ചുറ്റുമുള്ളതൊക്കെ മറന്ന് അവർ പൂർണ്ണമായി ഒന്നായി മാറി. പാർവതി ക്ഷീണത്തോടെ കാശിയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. കാശി അവളുടെ മുടിയിൽ തലോടി. ഒത്തിരി വേദനിച്ച മോളെ. ഞാൻ ശരിക്കും തളർന്നുപോയി. എനിക്ക് തീരെ വയ്യ. നീ ആ സാരിയിൽ ഇങ്ങനെ നനഞ്ഞു വിളിച്ച് നിൽക്കുന്നുണ്ടപ്പോ എനിക്ക് കൺട്രോൾ കിട്ടിയില്ലടി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാ എനിക്ക് ഇത്ര ക്ഷീണവും വേദനയും. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ വേദനയ്ക്ക് മാറും. അത് ഞാൻ ശരിയായി തരാം. പാർവതി നാളത്തോടെ അവനെ നെഞ്ചിൽ മുഖവിളിപ്പിച്ചു. കാശിയേട്ടാ, നിനക്ക് ഇന്നൊരു നാണവും പേടിയായിരുന്നു വേണ്ടേ? ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ഭർത്താവിന് അധികം മെനക്കിടേണ്ടി വരില്ലല്ലോ. അവന്റെ എഫേർട്ട് ഞാൻ കുറച്ചെടുത്തില്ലേ? അത് കേട്ടതും പാർവതി ഞെട്ടിക്കൊണ്ട് പതറിയ സ്വരത്തിൽ ചോദിച്ചു. കാശിയേട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ തമാശക്ക് പറഞ്ഞാണോ? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? പിന്നെ തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നേ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. പക്ഷെ ആ ത്രില്ലങ്ങ് പോയി. പാർവതി അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി എഴുന്നേൽക്കാൻ ഒരുങ്ങി. എന്നാൽ കാശി പെട്ടെന്നാളോ വലിച്ചു വീണ്ടും തന്നെ നെഞ്ചിലേക്ക് തന്നെ ഇട്ടു. എന്തായാലും നമ്മൾ ഇന്ന് ബ്രേക്കപ്പ് ആകാൻ പോവല്ലേ? അപ്പൊ പിന്നെ 1 more ടൈം കൂടി നോക്കാം. ഒരിക്കൽ തെറ്റ് ചെയ്താലും 10 പ്രാവശ്യം ചെയ്താലും ഒക്കെ ഒരുപോലെയാ. പാർവതി ശക്തിയോടെ അവനെ തള്ളി മാറ്റി. ആളുടെ മൂക്കും കവിളൊക്കെ വല്ലാണ്ട് ചുവന്നു വന്നിരുന്നു. കാശി അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വീണ്ടും തന്നോട് അടുപ്പിച്ചു. നീ എന്നെ തൊടാൻ വേണ്ട. ഞാൻ തൊടും. നിന്നെ തൊടാൻ എനിക്ക് വേറെ ആരുടെയും പെർമിഷൻ ഒന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്കൊരു തമാശയില്ലേ? പോയിക്കോ, എന്റെ അടുത്തേക്ക് വരണ്ട. ആ, നീ എനിക്ക് വെറും ഒരു ടൈം പാസ്സാ. എനിക്ക് നല്ലോണം മോഡേണായ പെൺപിള്ളേരാ ഇഷ്ടം. ഞാനങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കേട്ടു. പോയിക്കോ, പോയി കെട്ടിക്കോ. പാർവതി മുഖം പൊത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. അത് കണ്ടതും കാശി ഒരു പൊട്ടിച്ചിരിയോടെ പെട്ടെന്ന് എഴുന്നേറ്റ ആൾക്കരികിലെത്തി. എന്റെ മോളെ, അപ്പോഴേക്കും ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങിയോ? ഒന്നു ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ? എടി എന്നെ നോക്ക്. അവൻ ബലമായി അവളുടെ കൈകൾ പിടിച്ചു മാറ്റി ആ മുഖത്തേക്ക് നോക്കി. കരഞ്ഞിറങ്ങി ചുവന്ന കണ്ണുകൾ കണ്ടപ്പോൾ കാശിക്ക് വല്ലാത്തൊരു കുറ്റബോധവും വിഷമവും തോന്നി. തമാശക്ക് താൻ പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടിപ്പോയെന്ന് അവന് മനസ്സിലായി. എടി പൊന്നു, ഇങ്ങനെ കരയിലടി. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ? സത്യം പറഞ്ഞാലേ നിനക്ക് ദേഷ്യം വരുമ്പോൾ മൂക്കും കവിളൊക്കെ ചോന്ന് കൊടുക്കുന്ന കാണാൻ എന്നാ രസാന്നറിയോ? കടിച്ചെടുക്കാൻ തോന്നും. അതൊന്ന് കാണാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞല്ലേടി മോളെ. കാശി അവളുടെ മുഖം കൈക്കുമ്പിലെടുത്തു. പക്ഷെ അവൾ ആ കൈ തട്ടി മാറ്റി. ഇതൊക്കെ ഇങ്ങനെ തമാശ പറയേണ്ട കാര്യമാണോ? നിങ്ങൾ എന്റെ തൊണ്ട പോ. നിങ്ങൾക്ക് എന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞ്? കുറെ ആമ്പിള്ളേരും എന്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഞാൻ അവരാരെയും കല്യാണം കഴിക്കും, നോയിക്കോ. ആ, അങ്ങനെ എന്റെ പെണ്ണിനെ വേറൊരുത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് ഞാൻ മരിക്കണം. ഞാൻ പറഞ്ഞില്ലേ പാർവതി, നീ ജനിച്ചത് എനിക്ക് വേണ്ടി മാത്രമാ. നീ എന്റേതാ, എന്റേത് മാത്രം. നിങ്ങളിപ്പോ കിട്ടേണ്ട കിട്ടിയപ്പോ എന്നെ മടുത്തില്ലേ? എന്നോട് മിണ്ടണ്ട, പോയിക്കോ. ഒന്നു കരയിലടി. 1000 ജന്മം ഒന്നിച്ച് ജീവിച്ചാലും എനിക്ക് നിന്നെ മടുക്കില്ല. എന്റെ ഓരോ ശ്വാസത്തിലും നീ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ നിന്നെ? നല്ലൊരു റൊമാൻസ് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട സമയത്ത് നീ ഇങ്ങനെ കടന്ന് കരയാണ്. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ പിന്നെ ചിരിക്കണോ? നീ ഒന്ന് പിണങ്ങ് നേടാൻ വേണ്ടി ചെയ്തല്ലടി പൊന്നു. നീ ഒന്ന് ക്ഷമിക്കുക. നീ മുത്ത്, ഈ പിണക്കം മാറ്റാൻ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട? മാറ പൊന്നു. അതിനുള്ള മറുപടിയായി പാർവതി അവന്റെ കയ്യിൽ ആഞ്ഞു കടിച്ചു. അയ്യോ, വീട്ടടി കാന്താരി, കൈയൊക്കെ കടിച്ചു പിടിക്കണോ? കൈ പോറിയും. കണക്കായി പോയി. അങ്ങനെ തന്നെ വേണം. അവൻ പെട്ടെന്ന് അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞ് പ്രതികാരം എന്നോണം അവളുടെ കവിളിൽ പതുക്കിയൊന്ന് കടിച്ചു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള റൊമാൻസ് അവരുടെ പ്രണയത്തിന്റെ ഭാഗമായി മാറി. ഒരു ദിവസം പാർവതി കാശിയുടെ വീട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ അവൻ അവളെ കൈകളിൽ വാരിയെടുത്തു. കാശിയുടെ വിട്ടി, ഇന്ന് വേണ്ട കേട്ടോ. ഇന്നത്തെ ദിവസം സേഫ് അല്ല, റിസ്കാ. പക്ഷേ എനിക്കിന്ന് വേണം കേട്ടോ. നല്ല മഴയല്ലേ, എനിക്ക് നല്ല മൂടാ. എനിക്ക് എപ്പോഴാണ് മൂടില്ലാത്ത? ഇനിയിപ്പോ എത്ര പ്രാവശ്യം ഒരു ഓർമ്മയുണ്ടോ? 99 ഇന്നും കൂടി കൂട്ടിയാ അത് 100 ആവും. നിങ്ങളിതൊക്കെ കൗണ്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ നിന്നെ സെലിബ്രേറ്റ് ചെയ്യാണ് പൊന്നു. നിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും എന്റെ മനസ്സിൽ അത്രയും കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. കാശി അവളെ ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് ചായാനൊരുങ്ങി. കാശിയിട്ട് വേണ്ട, ഇന്ന് റിസ്ക് ഉള്ള ദിവസം, പ്ലീസ്. ഈ 99 എന്ന് പറയുന്ന ഒരു ഗുമ്മിലടി. നമുക്കിതൊരു 100ൽ റൗണ്ട് ചെയ്യണ്ടേ? നീ ഇങ്ങോട്ട് വാടി മോളെ.
പ്രണയത്തിന്റെ തീവ്രതയ്ക്ക് ശേഷം കാശിയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവൾ ചെറിയൊരു ആശങ്കയോടെ പറഞ്ഞു. ഇന്ന് വേണ്ടായിരുന്നു കാശിയേട്ടാ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, കുഞ്ഞു പിള്ളേരെ പോലെ വേണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയല്ലേ ചെയ്ത്. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. പ്രഗ്നന്റ് വല്ലതായ ഞാൻ എന്തോ ചെയ്യും? അങ്ങനെ നിനക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങാനൊന്നും പോകുന്നില്ല മോളെ. ഞാനത് നല്ല അന്തസ്സായിട്ട് അങ്ങ് ഏറ്റെടുക്കും. പിന്നെ പ്രഗ്നന്റ് ആയെന്താ കുഴപ്പം? എൻ്റെ കുഞ്ഞല്ലേ. കല്യാണം കഴിഞ്ഞാട്ടെ മോളെ. എൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നീ പ്രസവിച്ച് തളരും. അയ്യോ, എനിക്ക് 2 പിള്ളേർ മതി. ഓക്കെ, നിന്റെ ബോഡിയല്ലേ, അപ്പൊ ഡിസിഷൻ നിന്റെ തന്നെയാ. ഞാനതിലൊന്നും നിർബന്ധിക്കില്ല. നിനക്ക് എത്ര കുട്ടികളെ വേണോ അത്ര മതി. എടി വന്ന് നീല എനിക്ക് തീരെ പറ്റുന്നില്ലടി. എന്റെ പേരൻസിനോട് UK നിന്ന് അടുത്ത മാസം വരാൻ പറയാം. നിന്റെ അച്ഛനോട് അമ്മയോട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറയാം. നമുക്ക് അടുത്ത മാസം തന്നെ കല്യാണം വെക്കാം. നല്ല ഗ്രാൻഡായിട്ട് നടത്തണം. നമുക്ക് അടിച്ചു പൊളിക്കാം. പാർവതി നാണത്തോടെ അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നു. പുറത്ത് മഴ ശക്തി പ്രാപിക്കുന്ന കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് പറഞ്ഞു. പുറത്ത് നല്ല മഴ ചെയ്യുന്നുണ്ട്, നമുക്ക് ബൈക്കിലൊന്ന് കറങ്ങാൻ പോയാലോ? വേണ്ട മോളെ, നിനക്ക് പോലെ പനിയും പിടിക്കും. അന്ന് റിസോർട്ടിൽ നിന്ന് മഴ നനഞ്ഞു വന്നതിന് ശേഷം 2 ദിവസം എൻ്റെ മോള് പനി പിടിച്ച് കിടന്നത്. അത് പേടിപ്പനിയാ. ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ റൊമാൻസ്, അതുകൊണ്ട് പേടിച്ചിട്ടാ അന്ന് പനി പിടിച്ച്. എനിക്ക് ബൈക്കിൽ പോകണം, പ്ലീസ് വാ നമുക്ക് പോവാം. നല്ല കാശിയണ്ണല്ലേ. ഇന്ന് നമ്മൾ 100 തേച്ച് സെഞ്ചുറി അടിച്ച ദിവസമല്ലേ. അപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ പെണ്ണിന്റെ ആഗ്രഹം പോലെ തന്നെ. ലെറ്റ്സ് ഗോ ബേബി, കം ഓൺ. പഴയ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടിരുന്ന പാർവതി വയറിലുണ്ടായ അപ്രതീക്ഷിതമായ ഒരു വേദന കാരണം തിടുക്കത്തിൽ വയറ്റിൽ കൈവച്ചു പോയി. അത് കണ്ട ഉടൻ തന്നെ ശിവ ഒരു ഞെട്ടലോടെ ചോദിച്ചു, എന്തു പറ്റി പാർവതി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുറെ നേരം അതിലെ കാറിലിരിക്കുന്നു, മസിൽ പിടിച്ചാണെന്ന് തോന്നുന്നു. നടുവൊക്കെ വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. ശിവ കാർ പെട്ടെന്ന് റോഡരിയിലേക്ക് ഒതുക്കി നിർത്തി. എന്നിട്ട് അവളെ പുറത്തിറക്കി കുറച്ചു ദൂരം നടക്കാൻ സഹായിച്ചു. ശിവ ചോദിച്ചു, നിനക്കിപ്പോ എത്ര മാസമായി? 6 മാസം. അതിനുശേഷം എന്തുണ്ടായത്? ആ കാശ് അതിനോട് പോയി? ചില സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾ ബ്രേക്കപ്പായി. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കേട്ട് പുച്ഛത്തോടെ അമർഷത്തോടെയും ശിവ പറഞ്ഞു, ഒരു പെണ്ണിന് ഇതുപോലെ വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് മുങ്ങാൻ മാത്രം എന്ത് സാഹചര്യം അവനുണ്ടായത്? അവന് മടുത്ത ഭാവം നിന്നെ നല്ല അസലായിട്ട് തേച്ചു. അവൻ കുറച്ച് ഫുഡും വാങ്ങി തന്നു. കുറെ പഞ്ചറവാക്കും പറഞ്ഞ് കറങ്ങാൻ കൊണ്ടുപോയപ്പോ നീ അതിൽ വീണു. സെക്സ് എന്ന് പറയുന്ന ആണിന് അഭിമാനവും പെണ്ണിന് അപമാനമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സെഞ്ചുറി അടിക്കാൻ ഇറങ്ങിയപ്പോ അറ്റ്ലീസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാനുള്ള സെൻസിംഗ് എന്ന് കാണിച്ചുകൂടായിരുന്നോ? ഒരു മുൻകരുതലില്ല. 2 ആളും കൂടെ 100 വയ്ക്കാൻ ഇറങ്ങിയപ്പോ കൊച്ചിന് പകരം ഗിഫ്റ്റായിട്ട് വല്ല വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ TV കിട്ടുമെന്നാണോ വിചാരിച്ച്? പാർവതി ഒന്നും മിണ്ടാതെ തലാഴ്ത്തി നിന്നു. അവളുടെ ആ നിസ്സായാവസ്ഥ കണ്ട് ശിവയുടെ ദേഷ്യം വീണ്ടും ഇരട്ടിച്ചു. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാലമാണ് ഞാൻ പറയേണ്ടത്. ആണുങ്ങളായ കുറച്ച് കൺട്രോൾ വേണം. കറക്റ്റായിട്ട് ആ പന്നിയുടെ മൂട് കൂട്ടാൻ എപ്പോഴും മഴയും പെയ്യുന്നുണ്ടല്ലോ. 8 മുട്ടറിയാത്തൊരു പെണ്ണിനെ പലതും പറഞ്ഞ് മയക്കിട്ടോടിൽ കൈയൊഴിഞ്ഞു പോയി. ഇവനൊക്കെ ജീവിച്ചിരുന്നിട്ടില്ല, ചാവുന്നതല്ലേ. അതെ, അങ്ങനെയൊന്നും പറയരുത്. വല്ലതും പറഞ്ഞ് അറമ്പറ്റി പോയി എന്തെങ്കിലും സംഭവിച്ചാലോ? ആളുടെ വാക്കുകളിലും ആ കണ്ണുകളിലും ഇപ്പോഴും ആ പ്രണയം മായാതെ കിടക്കുന്ന കണ്ടപ്പോൾ ശിവയ്ക്ക് വല്ലാത്തൊരു വേദനയും നിരാശയും തോന്നി. അവൻ മനസ്സിൽ വേദനയോട് ഓർത്തു, അവൻ വേണ്ടെന്ന് വെച്ച് കളഞ്ഞിട്ട് പോയ നീ എനിക്ക് തനി തങ്കമായിരുന്നിടി. നീ എന്തിനാ പെണ്ണ് അവനെ സ്നേഹിച്ച്? അതിനു പകരം എന്നെ സ്നേഹിച്ചൂടായിരുന്നു. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയെന്നെ. ആ യാത്രയിലുടനീളം പാർവതിക്ക് ചെറിയൊരു അസ്വസ്ഥത പോലും വരാതെ ശിവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് ക്ഷീണം തോന്നാതിരിക്കാൻ വഴിയിൽ ഇടയ്ക്കിടെ വണ്ടി നിർത്തി കൃത്യസമയത്ത് ഭക്ഷണവും ജ്യൂസൊക്കെ അവൻ വാങ്ങി നൽകി. പെട്ടെന്ന് ശിവയുടെ ഫോണിലേക്ക് അജയുടെ കോൾ എത്തി. ഒരു 2 ദിവസം അവളെ നിന്റെ വീട്ടിൽ നിർത്താൻ പറ്റുമോ? അവളുടെ കസിനത്തെ ഒരു 2 ദിവസം കൂടി ലേറ്റാവെന്ന് പറഞ്ഞു. 1-2 ദിവസത്തേക്ക് മാത്രം പ്ലീസ്. ശരി, ഞാൻ നോക്കിക്കോളാം. ആ ഇടപെടൽ ശിവ സന്തോഷിച്ചു. ആള് വേർപിരിഞ്ഞു പോകാൻ ശിവക്കൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിച്ചേർന്നതിന് ശേഷം അവൻ പാർവതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, പാർവതി, നീ ഇപ്പോഴും കാശാനെ സ്നേഹിക്കുന്നുണ്ടോ? അവനീ നിനക്ക് വേണ്ടി തിരിച്ചു വരുമോ? എന്നെ അന്വേഷിച്ച് ഇനി അദ്ദേഹം വരില്ല, അതെനിക്ക് ഉറപ്പാ. ആളുടെ ആ വാക്ക് കേട്ടതും ശിവ ധൈര്യം സംഭരിച്ച് അവിടെ അരികിലേക്ക് വന്നു. ഞാൻ തുറന്നു ചോദിക്കുക, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? സാധാവും കൊണ്ടൊന്നുമല്ല, സ്നേഹം കൊണ്ട് തന്നെയാ. ഞാൻ നിന്നെ മുമ്പ് കണ്ടിട്ടുണ്ട് പാർവതി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് സംഭവിച്ചു. അന്ന് ഞാൻ നിന്നോട് സംസാരിക്കാൻ നിന്റെ അടുത്ത് വന്നിരുന്നു. നിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ നീ അന്ന് എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. നീ എന്തോ ഭയങ്കര ടെൻഷനിലിരിക്കുകയായിരുന്നു. നീ ഒന്നും പറയാൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. നീ അന്ന് എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതിനുശേഷം എൻ്റെ ഓരോ ദിവസവും നിന്നെ മാത്രം ഓർത്തുണ്ടായിരുന്നു പാർവതി. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ നിന്നെ അന്വേഷിച്ച് നടന്നു. ഒരു വിവരം അറിയാൻ ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? ഇപ്പോൾ വിധി നിന്നെ എനിക്ക് വേണ്ടി വീണ്ടും തിരികെ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ മുഖോർത്തുരുകാത്ത സ്വപ്നം കാണാത്തൊരു ദിവസം പോലും എനിക്കില്ല. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ സൊസൈറ്റി നിന്നെ എത്ര മോശമായിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുക. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനില്ലാതെ ജനിക്കരുതല്ലോ. നിന്റെ കുഞ്ഞ് എൻ്റെയും കൂടെ കുഞ്ഞാണ് പാർവതി. ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കിക്കോളാം.
നീ നോ പറയരുത്. ഞാൻ നിന്നെ പൊന്നുപോലെ കൊണ്ടുവരുന്നവളാടി. നീ എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കുക എത്ര സമയം വേണമെങ്കിലും എടുത്തോ. നിന്നെ വിട്ടിളഞ്ഞ് എനിക്ക് ഭ്രാന്തി പിടിച്ചു പോകും. നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ തന്നെ ഞാൻ ഇവിടുത്തെ അമ്പലത്തിൽ വെച്ച് നിന്നെ ഞാൻ താലി കെട്ടും. തനിക്കൊരു താങ്ങായി മുന്നിൽ നിൽക്കുന്ന ശിവയുടെ സ്നേഹത്തിനു മുമ്പിൽ അവൾ എതിരൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ശിവ അവളെയും കൂട്ടി അടുത്തുള്ള അമ്പലത്തിൽ പോയി അവളുടെ കഴുത്തിൽ താലിയാർത്തി വിവാഹം രജിസ്റ്റർ ചെയ്തു. അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവൻ അവൾക്ക് കഴിക്കാൻ ആവശ്യമായ കുറെ ഹെൽത്തി ഫുഡ്സും ഫ്രൂട്ട്സും മറ്റു പോഷകാഹാരങ്ങളും വാങ്ങി. വീട്ടിലെത്തിയ ശേഷം അവൾ സ്നേഹത്തോടെ കഴിപ്പിച്ചുകൊണ്ട് ശിവ പറഞ്ഞു, നിന്റെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നന്നായിട്ട് കെയർ ചെയ്യുന്ന സമയമല്ലേ. നാളെ നമുക്ക് എന്തായാലും ഡോക്ടറെ അടുത്ത് വീണ്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പാർവതി പെട്ടെന്ന് എന്റെ വയറ്റിൽ കൈവച്ചു. അത് കണ്ടത് ആശങ്കയോടെ ശിവ ചോദിച്ചു, എന്താ പാർവതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വയറുവേദന എടുക്കുന്നുണ്ടോ? അല്ല, കുഞ്ഞ് ചവിട്ടിയതാ. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ അനക്കം കൃത്യമായിട്ട് കാണാമായിരുന്നു. അത്ഭുതത്തോടെ ശിവ ചോദിച്ചു, ഞാനൊന്ന് തൊട്ടുനോക്കട്ടെ? പാർവതി പുഞ്ചിരിയോടെ അവന്റെ കൈയെടുത്ത് എന്റെ വയറിൽ വെച്ചു കൊടുത്തു. കുഞ്ഞ് ശക്തിയായി ചവിട്ടുന്നവന് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞു. തന്റെ സ്വന്തം രക്തമല്ലെങ്കിൽ പോലും ആ കുഞ്ഞിനോട്, ആ പെണ്ണിനോട് അളവറ്റ സ്നേഹവും വാത്സല്യവുമാണ് ശിവയുടെ മനസ്സിൽ നിറഞ്ഞത്. നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്ത് വേണമെങ്കിലും മടിക്കാതെ എന്നോട് പറയണം കേട്ടോ. അന്ന് കണ്ണൂർ വെച്ച് കഴിച്ചൊരു സാധനമുണ്ട്, കൽമാസ്. എനിക്ക് കഴിക്കാൻ വല്ലാണ്ട് കൊതി തോന്നുക. അന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കാറിൽ വെച്ച് കാശിയായിട്ട് വളരെ സ്നേഹത്തോടെ ആയിരുന്നു അതിനെ കഴിപ്പിച്ച്. എന്നിട്ട് നിർത്ത്. എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ആ കാലമായിട്ട് കാര്യം പറയണ്ട. അവനെന്തിനാണാവോ അന്ന് കോയമ്പത്തൂരിലേക്ക് കെട്ടിയെടുത്ത്? എടി പെണ്ണ്, നിനക്ക് മഴ പെയ്തപ്പോൾ ഡാൻസ് കളിക്കാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരുന്നൂടായിരുന്നോ? ആ കാലമാണ് മഴയത്ത് ഓടി വന്ന് കറക്റ്റ് നിന്നെ കാണുകയും ചെയ്തു. നിന്നെ പറഞ്ഞിട്ട് എന്തിനാ? ആ കാലമാണ് പ്ലാൻ ചെയ്ത് കണ്ണൂരിൽ ഇന്റർവ്യൂ വെച്ച് നിന്നെ ട്രാപ്പ് ചെയ്തല്ലേ. ഈ നാട്ടിൽ ഡാൻസ് കളിക്കുന്ന എന്തോരം പെമ്പിള്ളേരുണ്ട്, എന്നിട്ട് അവർ നിന്നെ കിട്ടിയുള്ളൂ. ഈ പാർവതി ജനിച്ച ഈ ശിവന് വേണ്ടിയാ. ആ കാശ് നിന്നെ തേച്ചിട്ട് പോകാൻ വേണ്ടി മാത്രം ഇടയിൽ കയറി വന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാ കാലമാണ്. അവനൊക്കെ നശിച്ച് പണ്ടാറടങ്ങി പോത്തേ ഉള്ളൂ. അയ്യോ ശിവട്ട, അങ്ങനെയൊന്നും പറയില്ലേ. പാവം, എന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തല്ല, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാ. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ലതും അറം പറ്റിപ്പോയാലോ? ആ ഒറ്റ കാലത്തിൽ എനിക്ക് അവനോട് നന്ദിയുണ്ട്. അവൻ നിന്നെ തേച്ചിട്ട് പോയതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ തിരിച്ചു കിട്ടിയത്. ശിവ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി. അവൻ ഫോണിൽ തന്നെ ഡ്രൈവറായ ഷെഫീഖിനെ വിളിച്ചു. എടാ ഷെഫീഖ, നിന്റെ ഭാര്യ സ്നാക്സ് ഉണ്ടാക്കി വിൽക്കാറില്ലേ? ഈ കൽമാസ് എന്ന് പറയുന്ന സാധനം കുറച്ച് ഉണ്ടാക്കി തരാൻ പറ്റുമോടാ? ഞാൻ നിന്റെ ഭാര്യയ്ക്ക് ഒരു സാലറി തരാം. എന്റെ ഭാര്യയ്ക്ക് ഇത്രയും ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇടയ്ക്കിടെ ഫുഡായി തരണം. അവള് പ്രഗ്നന്റാ. എന്ത്? സാറിന്റെ കല്യാണപ്പഴം കഴിഞ്ഞ്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ആ, ആകെ കഴിഞ്ഞു. ആ സാർ, ഈ കാര്യം ഞാൻ ഏറ്റു, ഉറപ്പായിട്ട് എത്തിച്ചേക്കാം. ഫോൺ കിട്ടിയതിനു ശേഷം ഷെഫീഖ് സന്തോഷത്തോടെ പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ. പഠിച്ചോനെ, സാറിന്റെ ഭാര്യ ഇടക്കിടക്ക് ഗർഭിണിയാവണേ. ആമീൻ. അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇത് കാരണം നല്ലൊരു സ്ഥിര വരുമാനമുള്ള ജോലി കിട്ടുമല്ലോ. രാത്രി ഏറെ വൈകിയപ്പോൾ പാർവതി ഉറക്കത്തിലേക്ക് വീണു. ആൾ നന്നായി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശിവ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പെട്ടെന്നാണ് പാർവതി ഉറക്കത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത്. നല്ല മഴയാ, നമുക്ക് ബൈക്കിൽ പോവാം പ്ലീസ്, എനിക്ക് കൊതിയാവുന്നു. ഉറക്കത്തിൽ പോലും മറ്റൊരുവന്റെ ഓർമ്മകളിലും പ്രണയത്തിലുമാണ് അവൾ ജീവിക്കുന്നതെന്നും തന്റെ അരികിൽ കിടക്കുമ്പോഴും ആളുടെ മനസ്സ് മറ്റൊരാൾക്കൊപ്പമാണെന്നുള്ള വേദന അവനിൽ അലയടിച്ചു. വേദനയോടെ അവൻ അവളെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് രാവിലെ ശിവ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പാർവതി എവിടെയും കണ്ടില്ല. അവൻ വീട് മൊത്തം തെരഞ്ഞു നോക്കി, എവിടെയും ഇല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആകെ പരിഭ്രമിച്ചു. ഒടുവിൽ അവൻ അജയിനെ വിളിച്ചു. ഡാ, പാർവതിയെ കാണുന്നില്ല. ഞാൻ ഇന്നലെ അവൾ കല്യാണം കഴിച്ചിരുന്നു. എന്തോന്ന്? കല്യാണം കഴിച്ചെന്നോ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. ഞാനിപ്പോൾ അവിടെ എവിടെ പോയി ഒന്ന് അന്വേഷിക്കട്ടെ. നീ വിഷമിക്കില്ലേ, ഞാനിന്ന് രാവിലെ നാട്ടിലെത്തി. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. അജയ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നു. അപ്പോഴാണ് പാർവതി കയ്യിൽ പ്രസാദമായി പതുക്കെ നടന്നു വന്നത്. ആളെ കണ്ടോ ശിവൻ ദേഷ്യത്തോടെ അവൾക്ക് നേരെ പാഞ്ഞു. നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നു പാർവതി? ഞാനിവിടെ തീ തിന്നായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു. കുറച്ച് നേർച്ചയുണ്ടായിരുന്നു. ശിവേട്ടോണതിന് മുമ്പ് തിരിച്ചെത്താന്ന് കരുതിയിട്ടാ പറയാതെ പോയത്. നല്ല ഉറക്കം കണ്ടപ്പോൾ വിളിക്കാൻ തോന്നിയില്ല. എന്നോട് പറഞ്ഞത് ഞാൻ കൊണ്ടുപോയിരുന്നില്ലേ? ഈ അവസ്ഥയിൽ നീ ഒറ്റക്ക് പോകണമായിരുന്നു. അതെങ്ങനെയാ? ഞാൻ നിന്റെ ആരുമല്ലല്ലോ. നിനക്ക് ഊണിൽ ഉറക്കിൽ നിന്നെ തേച്ചിട്ട് പോയ കാലമാറിനെ കുറിച്ച് മാത്രമല്ലേ ചിന്തയുള്ളൂ. പാർവതിയുടെ കണ്ണിൽ നിറഞ്ഞു. ആൾക്കറിയാൻ തുടങ്ങി. അതുകൊണ്ട് അജയ് പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു, ഡാ ശിവ, നീ ഒന്ന് നിർത്ത്. പാർവതി, നീ അകത്തോ. പാർവതി അകത്തുപോയ ശേഷം അജയ് തുടർന്നു. ഡാ ശിവ, എന്തിനെങ്ങനെ ദേഷ്യപ്പെട്ട്? അവളൊരു ഗർഭിണിയായ പെണ്ണല്ലേടാ. ഡാ അജയ്, ഞാനൊരു മനുഷ്യനല്ലേടാ. എന്റെ സ്വന്തം ഭാര്യ രാത്രി അരികിൽ കിടന്നിട്ട് ഉറക്കത്തിൽ വേറത്തിനെ കുറിച്ചാ പറയുന്നത്. പഴയതൊക്കെ മറക്കാൻ എത്ര സമയം വേണമെങ്കിലും കൊടുക്കാന്ന് ഞാൻ പറഞ്ഞ. പക്ഷെ അവൾ എപ്പോഴും അവനെ കുറിച്ച് എന്നെ ആലോചിക്കുന്ന. അവൾക്ക് എന്നെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റൂടാ? അവൾ അവനെ പറഞ്ഞ് എന്റെ മാത്രം പെണ്ണായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എനിക്ക് പേടിയാടാ. എപ്പോഴെങ്കിലും അവൻ അന്വേഷിച്ചു വന്ന് അവളെൻ്റെ കൂടെ പോകുന്നു. പാർവതി പ്രഗ്നൻ്റ് ആണെന്ന് അവനറിയോ? അവരെന്തിനാ ബ്രേക്കപ്പ് ആയത്? പാർവതി പ്രഗ്നൻ്റ് ആണെന്ന് അവൻ അറിഞ്ഞൂടാ. അവനൊരിക്കലും അവളെ ഇനി അന്വേഷിച്ചു വരില്ല. അത് നീ പേടിക്കണ്ട. അത് വലിയൊരു കഥയാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം.
ശിവ മുറിയിലേക്ക് ചെന്നു. പാർവതി കട്ടിലിന്റെ ഒരു കോണിൽ കിടക്കുകയായിരുന്നു. ശിവ പറഞ്ഞു, പാർവതി നിന്റെ ഫോണൊന്ന് ഓണായി തന്നേ. പാർവതി വേഗത്തിൽ കണ്ണീരൊടച്ചു. ഫോൺ എന്തിനാ? എന്താ ഏതാന്നൊക്കെ പറഞ്ഞാലേ നീ ഫോൺ തരൂ. ആൾ വേഗം ഫോൺ ഓൺ ചെയ്ത് കൊടുത്തു. എന്നാൽ ചുവന്ന് ഇറങ്ങിയ അവിടെ ആ കണ്ണുകൾ ശിവയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ആളുടെ കരഞ്ഞ മുഖത്തേക്ക് നോക്കാനുള്ള വിഷമം കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ വാങ്ങി ഹാളിലേക്ക് നടന്നു. അവൻ വേദനയോട് അജിയോട് പറഞ്ഞു, എന്റെ നമ്പർ പോലും അവൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. ആൾക്കാരൊന്നും അറിയും വേണ്ട. എന്റെ നമ്പർ ഇതിൽ സേവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവൾക്ക് എന്നെ വിളിക്കുകയോ മെസ്സേജ് ആക്കുകയോ ചെയ്യാലോ. ശിവ നമ്പർ സേവ് ചെയ്യാനായി ഡയൽ ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം അവൻ തറഞ്ഞിന്ന് പോയി. അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് മിഴിഞ്ഞു. ഫോൺ സ്ക്രീനിലേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോയി. ശിവന്റെ നമ്പർ അതിൽ ഓൾറെഡി ശിവേട്ട് എന്ന പേരിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോണ്ടാക്റ്റിനൊപ്പം ഒരു ചുവന്ന സാരി ഉടുത്ത് നിൽക്കുന്ന അവളെ ശിവ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ ഫോട്ടോയെ അവൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ലോകം അവിടെ നിമിഷ നേരം കൊണ്ട് കലങ്ങി മറിഞ്ഞു. അജി സത്യം പറ, പാർവതി ആരാ? അവൾക്കെന്നെ നേരത്തെ അറിയോ? ശിവ എടാ റിലാക്സ് ആവടാ, ഞാനെല്ലാം പറയാം, നീ ഒന്ന് റിലാക്സ് ആവും. എന്നോട് പറ ജയ്. ശിവ അലറി. അവള് പറഞ്ഞ കഥകളുടെ കാശിനാഥൻ അത് നീയാണ് ശിവ. അവളെ ഒന്ന് കോയമ്പത്തൂരിൽ വെച്ച് കണ്ടതും പ്രണയിച്ചില്ല നീ തന്നെയാ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത് നിന്റെ തന്നെയാടാ. അത് കേട്ടൊരു ഞെട്ടലോടെ ശ്വാസം പോലും നിലച്ച പോലെ ശിവ അവിടെ അനങ്ങാതെ നിന്നു. അജയ് തുടർന്നു, അന്ന് നീ അവളും കൂടെ ബൈക്കിൽ കറങ്ങാൻ പോയില്ലേ? നല്ല മഴയത്തോടെ നിമിഷത്തെ അശ്രദ്ധയിൽ നിന്റെ ബൈക്ക് സ്ലിപ്പായി റോഡരികിലേക്ക് വീണു. ആ വീഴ്ചയിൽ പാർവതി തെറിച്ച് ഒരു കൊക്കയിലേക്ക് വീഴാൻ പോയി. നീ ബോധം പറയുന്നതിന് മുമ്പ് അവസാനമായിട്ട് കണ്ടത് അവൾ കൊക്കയിലേക്ക് വീഴുന്ന ആ ദൃശ്യമാണ്. വീഴുന്നതിനുള്ള റോഡരികിലുണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ ചില്ലയിൽ അവൾ എങ്ങനെയോ പിടിച്ചു നിന്നിരുന്നു. ഓടിക്കൂടി ആൾക്കാരെ ചേർന്ന് അവളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഭാഗ്യത്തിന് അവൾക്ക് വലിയ പരിക്കുകളൊന്നും പറ്റിയിരുന്നില്ല. എന്നാൽ നിനക്ക് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ അജയോട് പറഞ്ഞ കാര്യങ്ങൾ അജയുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വന്നു. ശിവക്ക് ട്രോമാറ്റിക് അമ്നീഷ്യ എന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. പാർവതി കൊക്കയിലേക്ക് വീഴാൻ പോകുന്ന ആ രംഗാണല്ലോ അവൻ അവസാനമായിട്ട് കണ്ടത്. അവളെ തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആഘാതവും ഭയവും അവന്റെ മനസ്സിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. ആ അതിഭയങ്കരമായ പ്രഷർ കാരണമാണ് അവന് മെമ്മറി ലോസ് സംഭവിച്ചിരിക്കുന്നത്. പാർവതിയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും അവന് ബ്രെയിനിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും അവന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. പക്ഷെ പാർവതിയോടൊപ്പമുള്ള ഒരു നിമിഷങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സ്ഥലങ്ങളും അവന്റെ ഓർമ്മകളിൽ ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നഷ്ടപ്പെട്ട മെമ്മറീസ് ഒക്കെ ഫോഴ്സ് ചെയ്ത് അവനെ ഓർമ്മിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അവന്റെ ബ്രെയിനിൽ താങ്ങാൻ പറ്റാതെ സ്ട്രെയിൻ വരികയും അതവന് പെർമനന്റ് ആയ ബ്രെയിൻ ഡാമേജിനോ മാനസിക നില തെറ്റുന്നതിനോ സാധ്യതയുണ്ടാക്കും. ഇതൊക്കെ ചെറിയ സാധ്യതകൾ മാത്രമാണ്. ഇങ്ങനെ സംഭവിക്കുന്ന ഉറപ്പൊന്നുമില്ല. നിങ്ങൾക്ക് ആ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഡോക്ടർ, അവൾ നേരിൽ കണ്ടല്ലെങ്കിൽ അവന്റെ ഓർമ്മകൾ തിരിച്ചിട്ടില്ലേ? പാർവതിക്കൊന്നും പറ്റിയിട്ടില്ല. അവൾ ജീവനോട് തന്നെ മുമ്പിലുണ്ടെന്ന് അറിയുമ്പോൾ അവന് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞേക്കില്ലേ? ഇല്ല ജയ്, ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്നത് ബ്രെയിനിലല്ലേ. പാർവതിയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും അവന്റെ ബ്രെയിനിൽ നിന്ന് ആഘാതം കാരണം പൂർണ്ണമായി വൈപ്പ് ഔട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് അവളെ കണ്ടെന്ന് വെച്ച് അവൻ ആ ഓർമ്മകൾ തിരിച്ചിട്ടില്ല. എങ്കിലും ഭാവിയിൽ അവന്റെ ഓർമ്മകൾ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ അവന് ചിലപ്പോൾ എല്ലാം പെട്ടെന്ന് ഓർമ്മ വന്നേക്കാം. പക്ഷെ അതൊക്കെ നടക്കുമെന്ന് നമുക്ക് ഇപ്പം മുൻകൂട്ടി ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പാർവതി കേട്ട് പൊട്ടിക്കരഞ്ഞു പോയി. അവളുടെ ഈ അവസ്ഥ കണ്ടാജി അവളെ സ്നേഹത്തോടെ സമാധാനിപ്പിച്ചു. നീ വിഷമിക്കാതിരിക്കടി, നമുക്ക് അവരോട് പറഞ്ഞു നോക്കാം, എല്ലാം ശരിയാവും. അജി വേണ്ട, എൻ്റെ ശിവേട്ടനൊന്നും സംഭവിക്കരുത്. മഴയത്ത് ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. എൻ്റെ ഒരു വാശി കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇനി ശിവേട്ടനെ വെച്ച് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശിവ പൂർണ്ണമായും സുഖം പ്രാപിച്ച് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി ഇറങ്ങി. അവൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും പാർവതിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം അവന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. അവൻ അവളെ കണ്ടാൽ എന്തെങ്കിലും ഓർമ്മകൾ തിരികെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഒരു ദിവസം പദ്ധതി പ്രകാരം റെസ്റ്റോറന്റിൽ ശിവയുടെ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ പാർവതി വന്നിരുന്നു. എന്നാൽ ശിവ നേരെ നടന്ന് പാർവതിയുടെ അടുത്തെത്തി. വളരെ അപരിചിതമായ അവളുടെ പേര് ചോദിച്ചപ്പോൾ പാർവതിയുടെ മനസ്സ് പൂർണ്ണമായും തകർന്നുപോയി. താൻ പ്രാണനായി സ്നേഹിച്ച ആ മനുഷ്യൻ തൊട്ട് മുന്നിൽ വന്ന് നിന്റെ പേരെന്താ എന്ന് ചോദിച്ച് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. കണ്ണീരടക്കാനാവാതെ ഒരക്ഷരം പോലും മിണ്ടാതെ അവളോട് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതിനിടയിലാണ് തന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ആ വലിയ സത്യം അവൾ തിരിച്ചറിഞ്ഞത്. താനൊരു അമ്മയാവാൻ പോകുന്നു. ശിവയുടെ കുഞ്ഞ് തന്റെ ഉള്ളിൽ വളരുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അവളിൽ വലിയൊരു സന്തോഷം നിറച്ചു. പക്ഷേ ആ സന്തോഷം അവനോട് പങ്കുവെക്കാൻ കഴിയാതെ ആളുള്ളിൽ നേരിപ്പുകഞ്ഞു. തന്നെ ഓർക്കാതെ ശിവയോട് ചെന്ന് താൻ ഗർഭിണിയാണെന്ന് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അജയുടെ വാക്കുകൾ കേട്ട് ശിവ വിറങ്ങലിച്ച് നിന്നു. അജയ് തുടർന്നു, നിനക്ക് സ്ട്രെയിൻ വരാതിരിക്കാൻ നിന്റെ ഫോണിൽ നിന്ന് അവളുടെ ഫോട്ടോസും കോണ്ടാക്റ്റും ഡിലീറ്റ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസ് ഇല്ലാതാക്കിയ ഞാനാണ്. അവൾ അനുഭവിച്ച വേദന നീ അറിയണം ശിവ. ഈ 6 മാസക്കാലം അവൾ ഒറ്റക്കായിരുന്നു. അവൾക്ക് വീട്ടിലേക്കോ നാട്ടിലേക്കോ പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അവളൊരു ഹോസ്റ്റലിൽ താമസിച്ച് അവൾ ഹോസ്പിറ്റൽ ചെക്കപ്പിന് കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാനാണ്. നീ അരികിൽ വേണമെന്നും നിന്റെ കൈയും പിടിച്ച് ആ ഹോസ്പിറ്റലിൽ പോകണമെന്നും ആ സന്തോഷം നിന്നോട് പങ്കുവെക്കണമെന്നും അവൾ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോടാ. നിന്റെ മുന്നിൽ വീണ്ടും വരാൻ അവൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. നിന്റെ മുഖത്ത് അപരിചിതത്തെ അവൾ അത്രയും വേദനിപ്പിച്ചിരുന്നു.
പക്ഷെ ഇനി എത്ര കാലാടാ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുക? വെറും 3 മാസം കൂടി കഴിഞ്ഞ അവളുടെ ഡെലിവറിയാ. അവളുടെ കണ്ണീരും സങ്കടവും കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാ ഞാൻ അവളോട് പറഞ്ഞു, അവസാനത്തെ വഴിയെന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. മേ ബി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ലോങ് ജേണി പോയി കുറേ സംസാരിക്കുമ്പോൾ അവൾ ആ പഴയ മൊമെന്റ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ പഴയ ഓർമ്മകൾ പോലെ നിന്റെ മനസ്സിലേക്ക് തിരികെ വന്നാലോ എന്ന് കരുതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. ശിവ ഒറ്റക്കുതിപ്പിനകത്തേക്ക് ഓടിച്ചെന്ന് മുറിയിൽ കണ്ണീരോടെ നിൽക്കുന്ന പാർവതിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. അവന്റെ കണ്ണുകൾ പൂർണ്ണമായും കലങ്ങിയിരുന്നു. വെറുക്കുന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു, എന്നോടെല്ലാം തുറന്നു പറയായിരുന്നില്ലേ മോളെ? പാർവതി കണ്ണീരോടെ ചോദിച്ചു. ശിവേട്ടാ, നിങ്ങൾക്കെല്ലാം ഓർമ്മ വന്നോ? ഇപ്പൊ എല്ലാം ഓർമ്മയുണ്ടോ? എനിക്ക് പഴയതൊന്നും ഓർമ്മയില്ല പാർവതി. ഒരു ഓർമ്മകളും ഇല്ലാഞ്ഞിട്ടും അതിനേക്കാൾ 100 മടങ്ങ് തീവ്രമായി ഞാനിപ്പോഴും നിന്നെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ 1% പോലും റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യായിരുന്നു ശിവേട്ടാ. അത് ഞാനൊന്നും തുറന്നു പറയേണ്ടിയിരുന്നത്. ഡോക്ടർ ചെറിയൊരു സാധ്യത മാത്രമല്ലേ പറഞ്ഞ്, അതിന് നീ ഇത്രയൊക്കെ അനുഭവിക്കണമായിരുന്നോടി? ഒന്നും ഓർമ്മയില്ലായിട്ടും അന്ന് വീണ്ടും ഞാൻ നിന്നെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടപ്പോൾ നിന്റെ നേരെ തോന്നിയ ആ പ്രണയമുണ്ടല്ലോ, അതെൻ്റെ ആത്മാവിൻ്റെ പ്രണയമായിരുന്നു പാർവതി. ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു ഓൾ ഓവർ അഗൈൻ. വീണ്ടും എനിക്ക് നിന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ, മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെയാണ് നീ വയറ്റി ചുമക്കുന്നതെന്ന് നീ എന്നോട് പറഞ്ഞിട്ടും ഞാൻ ഈ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് നീ ശിവന് വേണ്ടി മാത്രം ജനിച്ചവളായതുകൊണ്ടാ പാർവതി. ഞാൻ നിന്നെ സ്നേഹിച്ച എൻ്റെ തലച്ചോറ് കൊണ്ടായിരുന്നില്ല പാർവതി, എൻ്റെ ഹൃദയം കൊണ്ടായിരുന്നു. നിന്റെ സ്വപ്നം കാണാത്തൊരു ദിവസം പോലും എനിക്ക് ഇല്ലായിരുന്നു പെണ്ണേ. അത് കേട്ടതും പാർവതി ഒരു ചെറുചിരിയോടെ അവനെ നോക്കി. ശിവര് കളച്ചിരിയോടെ പറഞ്ഞു, എന്നാലും നീ ഫ്ലാഷ് ബാക്ക് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് പോലും അടിച്ചില്ലല്ലോടി മോളെ. നീയാണ് ഈ ഫ്ലാഷ് ബാക്കിൽ നാഴിക 40 കാശിയേട്ടാന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഡൗട്ട് അടിക്കാതിരിക്കാനല്ലേ ഞാൻ ശിവായിന്ന് മാറ്റി കാശിനാഥനാക്കിയത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേ സംശയം തോന്നില്ലേ? ശരിക്കും ഞാൻ പാതിൽ ശിവേട്ടാന്നായിരുന്നു വിളിച്ചുകൊണ്ട് നടന്നത്. പിന്നെ ശിവനും കാശിയാനും 2 വരെ അർത്ഥം വരുന്ന പേരുകളല്ലേ, അതുകൊണ്ടാ കാശിയാന്ന പേര് സെലക്ട് ചെയ്തത്. അപ്പോ ആ പ്രപ്പോസൽ സീനൊക്കെ നീ ഡയലോഗ് മാറ്റി പറഞ്ഞാണോ? ആ ഡയലോഗിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഫ്ലാഷ് ബാക്ക് ഞാൻ ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് ഇടയ്ക്ക് കാശിനാഥനെ കുത്തിക്കയറ്റിയതാ. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഡൗട്ട് അടിക്കില്ലേ? യഥാർത്ഥത്തിൽ ശിവേട്ടൻ പറഞ്ഞ പ്രപ്പോസൽ ഡയലോഗ് എന്താണെന്ന് അറിയോ? നമുക്ക് ഒന്നുകൂടി ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. നീ ഫ്ലാഷ് ബാക്കിലേക്ക് തിരിച്ചു പോകണ്ട. ഞാനിപ്പോൾ നിന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്ത് നോക്കട്ടെ പൊന്നു. ക്യാൻ ഐ പ്രപ്പോസ് യു ഓൾ ഓവർ അഗൈൻ? പാർവതി തൻ്റെ പ്രാണനായ ശിവനെ തേടി കഠിനമായ തപസ് ചെയ്തതുപോലെ ഈ പാർവതി 6 മാസം കരഞ്ഞതും കാത്തിരുന്നു നമ്മുടെ കുഞ്ഞിനെ ചുമന്നതും ഈ ശിവന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ പാർവതി ജനിച്ചത് ഈ ശിവന് വേണ്ടിയാണ്. ഐ ആം ഡീപ്ലി മാഡ്ലി ഇൻ ലവ് വിത്ത് യു. അന്നും ഇന്നും എന്നും. അവയുടെ പാർവതി നാളത്തോടെ ചിരിച്ചു. ശിവര് ചമ്മലോടെ പറഞ്ഞു, അപ്പോ ഞാൻ ഇത്ര നേരം ചീത്ത വിളിച്ചതും കുറ്റം പറഞ്ഞതും പ്രാഗിതല്ല എന്നെ തന്നെയായിരുന്നോടി? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അങ്ങനെയൊന്നും പറയരുതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോരാന്ന് കരുതിയാ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച്. അമ്മാതിരി പ്രാക്കല്ലേ നിങ്ങൾ പ്രായിക്കൊണ്ട് നടന്ന്. അവയുടെ ജീവൻ പൊട്ടിച്ചിരിച്ചോടെ വാരിയെടുത്ത് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നാലും എന്നെക്കാളും ഗതികെട്ട ഒരു ഭർത്താവ് ഈ ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവില്ലല്ലോടി. 100 പ്രാവശ്യം ചെയ്ത് സെഞ്ചുറി അടിച്ച റൊമാൻസിൽ ഒന്നുപോലെ എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്തൊരു ഹതഭാഗ്യനാടി ഞാൻ. സാരമില്ല, നമ്മുടെ കുഞ്ഞൊന്ന് പുറത്തു വരട്ടെ. ഈ റൊമാൻസിന്റെ ബാക്കി നമുക്ക് അപ്പം നോക്കാം. സെഞ്ചുറി ഒന്നും അല്ല മോളെ, ഇനി അത് ഡബിൾ സെഞ്ചുറിയും ട്രിപ്പിൾ സെഞ്ചുറിയൊക്കെ ആകും. കഴിഞ്ഞുപോയ എല്ലാ സങ്കടങ്ങൾക്കും വിരാമമിട്ട് വരാൻ പോകുന്ന നല്ല നാളുകളെയും കുഞ്ഞിന്റെ വരവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ആ സ്നേഹ നിമിഷത്തിൽ അലിഞ്ഞു ചേർന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ കഥയിലെ കൺമഷി കണ്ണൂരിനെ കുറിച്ചും കണ്ണൂരിൻ്റെ ഭക്ഷണ വൈവിധ്യങ്ങളെക്കുറിച്ചും കണ്ണൂരുകാരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരുന്നു. 100% സത്യമായുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കണ്ണൂർ സ്കൈ ഗോൾഡ്, MS ഗോൾഡ് തുടങ്ങിയ ജ്വല്ലറികളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓണം ക്രിസ്മസ് വേളകളിലൊക്കെ 10ഓളം ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പല വർഷങ്ങളിൽ എനിക്ക് കണ്ണൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ജ്വല്ലറിക്കാർ നൽകുന്ന സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന പ്രോഗ്രാമായിരുന്നു. കോളേജുകളിലും അതുപോലെ തന്നെ റോഡരികളിലും ക്ലബ്ബുകളിലൊക്കെ പോയിട്ട് കണ്ണൂരിൻ്റെ എല്ലാ ഉൾവഴികളിലൂടെയും സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥയിൽ പറഞ്ഞ പോലൊരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളന്ന് ആ വാഹനത്തിലുണ്ടായിരുന്ന 5 പേരായിരുന്നു. മാവേലിയുടെ വേഷം കിട്ടിയ ഒരാളും മന്ത്രിയുടെ വേഷം കിട്ടിയ ഒരാളും ആങ്കറായിട്ട് ഞാനും നമ്മുടെ ഡ്രൈവർ പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തിപ്പിച്ച് ഞങ്ങൾ അനൗൺസ് ചെയ്തിങ്ങനെ പോവുകയായിരുന്നു. എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഫുഡ്
കംപ്ലീറ്റ് വയറ് നിറച്ച് കഴിച്ചിട്ട് ഇതുപോലെ ഒരു കവറിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു രാത്രി കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഏതോ വേറെ ക്രിസ്മസിനാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിസ്മസിന് ഇതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം കെട്ടിപ്പോയപ്പോൾ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ വാഹനം നിർത്തിയിട്ടിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കഴിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ പാത്രം, ഈ മിഠായിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമല്ലേ, അങ്ങനത്തെ ഒരു ഭരണി പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ 2 പാത്രത്തിൽ നിറയെ പായസം, ഒന്നിൽ അടപ്രഥമനും ഒന്നിൽ വേറെ പായസവും, പാൽപ്പായസമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലുപരി നമ്മുടെ എഡിറ്റർ കണ്ണൂരിൽ നിന്നാണ്, നമ്മുടെ ഫൈസി. ഞാൻ ഫൈസി ആദ്യമായിട്ട് കാണുന്നതും ഇങ്ങനൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ പോയപ്പോഴായിരുന്നു. അപ്പോൾ എനിക്ക് ഫൈസിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഭക്ഷണം അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ടേബിൾ നിറയെ ഭക്ഷണങ്ങളായിരുന്നു. 10 എനിക്കതിന് പേര് പോള, എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി അന്ന് ഫൈസിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇതെന്താടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിക്കാർ നിങ്ങൾ ഭയങ്കര സാധനങ്ങളായിട്ടോ. കാരണം സാധാരണ സിനിമകളിലും ബാക്കിയുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന കണ്ണൂരിനെ കുറിച്ച് വളരെ മോശമായിട്ടാണ്. കാരണം അടി ഇടി കുത്ത് ബോംബ് നമ്മൾ കാണുന്ന സിനിമകളിലൊക്കെ അങ്ങനെയൊക്കെയും പാർട്ടി ഗ്രാമങ്ങൾ, കൊലയാളി ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. കാരണം ഞാൻ 5-6 വർഷങ്ങളായി തുടർച്ചയായിട്ട് കണ്ണൂരിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചിട്ട് പോലും അത് വലിയൊരു ബോക്സും വെച്ച് മൈക്കും വെച്ച് പോയിട്ട് ആളുകൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി നമ്മുടെ ഭാഗത്ത്. എന്നിട്ട് പോലും ഒരു അസഹിഷ്ണുതയില്ലാതെ നമ്മളോട് സഹകരിച്ച് കൂടെ നിന്ന് ഒരുപാട് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും തീർച്ചയായിട്ടും കണ്ണൂരിക്കാരെക്കുറിച്ചും, കണ്ണൂർ അന്ന് ഒരുപാട് പേരുടെ വീടുകളിൽ അന്ന് എനിക്ക് പോകാൻ പറ്റി. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സ്നേഹമൊക്കെ കാണുമ്പോൾ ഭയങ്കര സ്നേഹിക്കാൻ എന്താ പറയുക, മാടപ്രാവിൻ്റെ ഹൃദയമുള്ളവരാണ് കണ്ണൂരുകാർ. എന്തായാലും കണ്ണൂരുകാരെ, നിങ്ങളെ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ സിനിമകളിലൂടെയൊക്കെ ബോംബും വിപ്ലവീര്യവും പറഞ്ഞിട്ട് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണ്ണൂരുകാർ അടുത്തറിഞ്ഞാൽ അറിയാം അവരെക്കാൾ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ലെന്ന്. എന്തായാലും താങ്ക് യു. ഞങ്ങൾ കണ്ണൂരുകാരാണെങ്കിൽ കമൻറ്റ് ചെയ്തോ, കണ്ണൂരുകാരല്ലെങ്കിലും കമൻറ്റ് ചെയ്തോ. മറ്റുള്ള ജില്ലക്കാർ മോശക്കാരാണെന്നല്ല കേട്ടോ പറഞ്ഞ് ഈ ഒരു കഥയിൽ കണ്ണൂരിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് മാത്രം കണ്ണൂരിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന സ്നേഹപൂർവ്വമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെറിയ ഭാഗം മാത്രം ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രം. എന്തായാലും കമൻറ്റുകൾ മറക്കരുത്. താങ്ക് യു.